ഫൗണ്ടേഴ്സ് പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു, ഫൗണ്ടേഴ്സിനെ മാത്രമേ ഇതിൽ കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഫൗണ്ടേഴ്സിന് മാത്രമുള്ള പോഡ്കാസ്റ്റാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൗണ്ടേഴ്സ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, പോഡ്കാസ്റ്റിൻ്റെ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഇത് മാത്രമല്ല, അതൊരു കാറ്റഗറിയാണ്. അതായത് ഒരുപാട് ഫൗണ്ടേഴ്സ് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഞാൻ അന്ന് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഫൗണ്ടറെ ആങ്കർ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. നോർമലി ആങ്കേഴ്സിനെ വെച്ചിട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആങ്കർ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ഇതിന് ഫൗണ്ടേഴ്സ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അതൊരു കാറ്റഗറി മാത്രമാണ്. അപ്പോൾ അത് മാത്രമല്ല, അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ അന്നേ പ്ലാൻ ചെയ്തായിരുന്നു ഒരു ടെക് പോഡ്കാസ്റ്റ് എന്നല്ല, ഏതെങ്കിലും ഒരു മേഖലയിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരാളെയല്ല ഒരുപാട് ആൾക്കാരെ ഇതിൽ ഉൾപ്പെടുത്തുന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തവണത്തെ പോഡ്കാസ്റ്റ് ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ വെച്ച് ചെയ്യാനുള്ള പ്ലാന് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്താ പറയുക, ഐ ടി ഫീൽഡ് മാത്രമല്ല, ഒരുപാട് മേഖലയിൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ തന്നെ എസ്പെഷ്യലി ഐ ടിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ജോബിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇത് അടുത്തായിട്ട് കേൾക്കുന്നുണ്ട്. ജോബ് റീപ്ലേസ് ചെയ്യുന്നുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ടൈറ്റിൽ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ എൻ്റെ സുഹൃത്തും അതേപോലെ ഐ ടി ഫീൽഡിൽ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള നിർമ്മൽ വ്യാസിനെ ഇത്തവണത്തെ ഗസ്റ്റായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഒരുപാട് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 17 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതേപോലെ ഒരു ഫുൾ ടൈം ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആൾക്ക് ഈ ഒരു മേഖലയിൽ എന്തായാലും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ, പേര് അതേപോലെ? ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഈ ഐ ടി ഫീൽഡിൽ 17 വർഷത്തോളമായി ഞാൻ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഞാൻ 10 വർഷത്തോളം പല ഐ ടി കമ്പനികളിൽ, ഇവിടെ കൊച്ചിയിൽ ഇൻഫോ പാർക്കിലും അല്ലെങ്കിൽ കൊച്ചിയിൽ പല കമ്പനികളിലും, അല്ലെങ്കിൽ പിന്നെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ 3 വർഷം ഉണ്ടായിരുന്നു, ഒരു കമ്പനിയിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 വർഷത്തോളം പല ഐ ടി കമ്പനികളിൽ ഡെവലപ്പറായും സീനിയർ ഡെവലപ്പറായും ടീം ലീഡായിട്ടും പ്രോജക്ട് മാനേജർ ലെവൽ വരെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു 7+ years ആയിട്ട് ഇപ്പോൾ ഫുൾ ടൈം സെൽഫ് എംപ്ലോയ്ഡ് ആണ്, ഫ്രീലാൻസറാണ്, കൺസൾട്ടന്റ് ആണ്. അപ്പോൾ മൊത്തം ഒരു 17 വർഷത്തോളമായി. 10 വർഷത്തോളം എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തു, പിന്നെ 7+ years ആയിട്ട് ഫ്രീലാൻസറാണ്. അപ്പൊ ടോട്ടൽ ഒരു 17 വർഷമായി. അപ്പൊ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഫ്രീലാൻസർ എന്നുള്ള രീതിയിൽ അല്ല കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നത് 4 സർവീസസ് ആണ്. ഒന്ന്, ഞാൻ പല ക്ലയൻസിന് വേണ്ടി ലോക്കലി ആൻഡ് അബ്രോഡ് പല ക്ലയൻസിന് വേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട്. കൂടുതലും വെബ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അതല്ലാതെ രണ്ടാമത്തെ ഒരു സർവീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ വിദേശത്തൊക്കെയുള്ള പല പ്രൊഫഷണൽസിന് ഞാൻ വെബ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ ഈ ഫ്രീലാൻസിനെ ബേസ് ചെയ്തിട്ട് അതെ, ഈ വെബ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഏൺ സ്റ്റാക്ക്, മീൻ സ്റ്റാക്ക് പോലുള്ള ഡൊമൈനുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു CTS ഒരു ടീം ലീഡിന് ഞാൻ, US ഒരു ടീം ലീഡിന് ഞാൻ ജാവയിൽ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ട്രെയിനിങ് സർവീസ് ഞാൻ ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിങ് സർവീസ് ഇപ്പോൾ കൊച്ചിയിൽ ഒരുമാതിരിപ്പെട്ട പേര് കേട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഞാൻ ഫ്രീലാൻസിങ്ങിന്റെ സൈഡായിട്ട് ഞാൻ വെബ് ഡെവലപ്മെന്റ് ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, മെയിനായിട്ട് നമ്മൾ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് പിന്നെ ഒരു ഐ ടി ഫീൽഡിൽ മാത്രമല്ല, ഒരുപാട് ഫീൽഡിൽ ജോബിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. അതിൽ ഐ ടി ഫീൽഡിലാണെങ്കിൽ പലരും AI കുറ്റം പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ AI മാത്രമാണോ ഈ പ്രശ്നത്തിന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് 2019 ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നത്, ഐ ടിയിലോട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം CV പ്രിപ്പയർ ചെയ്തിട്ട് ഒരു കമ്പനിയിൽ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്താണ്. അപ്പോൾ അവിടെ പോയ സമയത്ത് എന്നോട് ഒറ്റ കാര്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഈ ടെക്നോളജി അറിയോ അല്ലെങ്കിൽ ഈ ഒരു സ്കില്ല് അറിയുമെന്ന് മാത്രമേ എന്നോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ചോദിച്ചു, ഓക്കെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ ജോലി കിട്ടി. അത്രയും സിമ്പിളായിരുന്നു അന്ന്, അതായത് 2019, ഒരു 4 വർഷം മുൻപ്. പക്ഷേ ഇന്ന് അവസ്ഥ അതല്ല. അതായത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പോലും ജോലി കിട്ടാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് റീപ്ലേസ് ചെയ്യുന്നുണ്ട്, ജോബ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് മാൻ പവറിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിലുണ്ടല്ലോ, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ ചെയ്യുന്നുണ്ട്.
അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിൽ മനസ്സിലായത്, ഇങ്ങനെ ജോബ് കിട്ടാത്ത? ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു, ഇപ്പോൾ ഫ്രഷേഴ്സിനാണെങ്കിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിനാണെങ്കിലും ഇപ്പോൾ ജോലി കിട്ടുന്നതിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയെ കുറിച്ച് ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫ്രീലാൻസിങ്ങിൽ ഓഫർ ചെയ്യുന്ന സർവീസസ് വേറെയും ഉണ്ട്. ട്രെയിനിങ്ങും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും മാത്രമല്ല, ഞാൻ പല കമ്പനികളിലെ എക്സ്പീരിയൻസ് ഉള്ള ഡെവലപ്പേഴ്സിന് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു ഏജൻസി ഉണ്ട്, ഫ്യൂച്ചർ മഗ് എന്ന് പറഞ്ഞിട്ട്. അവരെനിക്ക് പല കമ്പനികളുടെ ഡെവലപ്പേഴ്സിനുള്ള ടെക്നിക്കൽ ഇന്റർവ്യൂസ് എനിക്ക് ഷെഡ്യൂൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുവിധം പല ദിവസങ്ങളിലും ഞാൻ ഇന്ത്യയിൽ പല കാൻഡിഡേറ്റ്സിനെ, പല ഡെവലപ്പേഴ്സിനെ, എക്സ്പീരിയൻസ് ഉള്ളവർ, 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളവർ അല്ലെങ്കിൽ 15 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ളവർ, അവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളും എനിക്ക് ഇന്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വേക്കൻസീസ് ഉണ്ടെന്നല്ലേ. കമ്പനികളിൽ റിക്വയർമെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത് ഇപ്പൊ കഴിഞ്ഞ ഒരു 6 മാസത്തോളമായി ഞാൻ ഒരു 6 അല്ലെങ്കിൽ ഒരു 1-2 വർഷത്തോളമായി ഒരു 10-200 ഇന്റർവ്യൂസ് എങ്കിലും എനിക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോ കമ്പനികളിൽ ഇത്രയും റിക്വയർമെന്റ്സ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഷെഡ്യൂൾ ചെയ്യുന്നത്. റിക്വയർമെന്റ് ഉണ്ട്. പക്ഷേ ഈ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഉള്ള ആ ഒരു സ്കില്ലുള്ള ഡെവലപ്പേഴ്സിനെ കിട്ടാനാണ് ഇവര് ഈ ബുദ്ധിമുട്ടുന്നത്. അല്ലാതെ റിക്വയർമെന്റ് ഇല്ലാത്തതല്ല ആക്ച്വൽ പ്രശ്നം. പറയുമ്പോ ജോലി കിട്ടാതാകുമ്പോ വേണമെങ്കിൽ എഐനെ കുറ്റം പറയാം. അതായത് എഐനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. അതായത് എനിക്ക് തോന്നുന്നത് മേ ബി ഫ്യൂച്ചറിൽ അങ്ങനെ വന്നേക്കാം, എ റീപ്ലേസ് ചെയ്യാന്നൊക്കെ പറയാം. പക്ഷെ ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ എന്തായാലും ഹയറിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോഴും കമ്പനികളെ റിക്രൂട്ട്മെന്റ് ഒരുപാട് നടക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ഇപ്പൊ ഫ്രഷേഴ്സിന്റെ കേസാണെങ്കിൽ ഒരു പരിധി വരെ ഇതിനകത്ത് സത്യമുണ്ട്. ഇപ്പോൾ എ ഒക്കെ വന്ന് പിന്നെ ജൂനിയർ ഡെവലപ്പേഴ്സിന്റെ വേക്കൻസീസ് കുറച്ച് കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എക്സ്പീരിയൻസ് ഡെവലപ്പേഴ്സിനെ ഇപ്പോഴും കമ്പനികൾക്ക് ആവശ്യമുണ്ട്. പക്ഷെ ജൂനിയേഴ്സിന്റെ കേസാണെങ്കിലും ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോ ചില പ്രത്യേക ഡൊമൈനുകളിൽ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ .NET മിഡിൽ ഈസ്റ്റിലൊക്കെ .NET ഒത്തിരി റിക്വയർമെന്റ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടില് ഇപ്പോൾ ഫ്രഷേഴ്സ് ആയിട്ട് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസ് എല്ലാം ട്രെൻഡുകളുടെ പറയുകയാണ്. ഇപ്പൊ വെബ് ഡെവലപ്മെന്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് വരുന്ന ഇപ്പൊ മീൻ സ്റ്റാക്ക്, മേൺ സ്റ്റാക്ക്, അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, ഫ്ലട്ടർ, ഇതൊക്കെ പഠിക്കാനാണ് സ്റ്റുഡൻസ് കൂടുതലും പോകുന്നത്. പക്ഷെ ചില പ്രത്യേക ഡൊമൈനുകൾക്ക് അധികം ഡിമാൻഡും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ മിഡിൽ ഈസ്റ്റിലൊക്കെ നല്ല വേക്കൻസീസ് ഉണ്ട്. പക്ഷെ ആ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് ഡെവലപ്പേഴ്സിനെ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഞാനിപ്പോൾ പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അവിടെയൊക്കെ നോക്കിയാലും ഇപ്പോൾ .NET പഠിക്കുന്നവർ വളരെ കുറവാണ്. അതുപോലെ തന്നെ വേറെയും അതുപോലെ ഡൊമൈൻസ് ഉണ്ട്. ഇപ്പൊ ജാവയും .NET ഇപ്പൊ പൊതുവെ മീൻ സ്റ്റാക്ക് പോലുള്ള ട്രെൻഡുകളുടെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മുടെ മല്ലു പ്രോഗ്രാമേഴ്സ് ഗ്രൂപ്പിലാണല്ലോ നമ്മൾ പരിചയപ്പെട്ടത്. അതിനകത്ത് തന്നെ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണ്, ഇപ്പോഴത്തെ ട്രെൻഡ് ഏതാണ്, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്താണ്? അതായത് ഞാൻ പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എളുപ്പം ജോലി കിട്ടുന്ന ജോലി കിട്ടുന്ന ആ ഒരു ഇതിന് ഫോക്കസ്, ഏറ്റവും വലിയ ട്രെൻഡ് എന്താണെന്നാണ് ഇവർ അന്വേഷിക്കുന്നത്. പക്ഷെ ഇതിപ്പോ .NET-നും മറ്റു ഇപ്പോ അത്രയും ട്രെൻഡ് ഇല്ലെങ്കിലും ഡെവലപ്പേഴ്സിനെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഡിഫിക്കൽട്ടി ഉള്ള കുറച്ച് ഡൊമൈനുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ആഷിക്ക് ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്പറാണ് അല്ലെ. ആഷിക്ക് ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഫ്ലട്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഫ്ലട്ടർ പഠിക്കാനായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ടെന്നുള്ളത് സത്യം. പക്ഷെ ആഷിക്ക് മുൻപ് ഒരു നേറ്റീവ് ഡെവലപ്പർ ആയിരുന്നു, ജാവ ഡെവലപ്പർ. അപ്പോൾ ലെഗസി ആപ്ലിക്കേഷൻസിൽ വീണ്ടും അപ്ഡേറ്റ്സും മറ്റും വരുന്ന ഒരുപാട് റിക്വയർമെന്റ്സ് കമ്പനികൾ വരുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും ജാവയില് ഇപ്പോഴും റിക്വയർമെന്റ് ഉണ്ട്. പഴയ ആപ്ലിക്കേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആളെ വേണമല്ലോ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. കാരണം ഞാൻ 2019 ജാവ ആൻഡ്രോയിഡ് കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം 1 ഇയർ കഴിഞ്ഞിട്ട്, 1 ഇയർ അല്ലെങ്കിൽ 1.5 ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫ്ലട്ടറിലോട്ട് മാറിയത്. ഫ്ലട്ടറിലോട്ട് മാറിയ സമയത്താണ് എനിക്ക് പുറത്തുനിന്ന്, അതായത് ഗൾഫ് കൺട്രീസിൽ നിന്ന് ഏകദേശം 1 lakh സാലറിയുള്ളൊരു ഇത് വരുന്നത്, ഒരു പ്രപ്പോസൽ വരുന്നത്, ജോബിൻ്റെ പ്രപ്പോസൽ, അതായത് റിക്വയർമെൻറ്റ് വരുന്നത്. പക്ഷേ ഞാൻ ആ ഡൊമൈന് വിട്ട് ഏകദേശം ഫ്ലട്ടറിൽ ഏകദേശം നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആയ സമയത്തായിരുന്നു എനിക്കിത് വന്നത്. പക്ഷേ ഞാൻ ആ സമയത്തൊക്കെ കരുതിയത് ട്രെൻഡിൻ്റെ പുറകെ പോവുക, അല്ലെങ്കിൽ അതായത് ലേറ്റസ്റ്റ് ഡൊമൈനിലോട്ട് സ്വിച്ച് ചെയ്യാമെന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ പഴയ ഡൊമൈനിലൊക്കെ ഒരുപാട് കമ്പനികൾ ഇപ്പോൾ അതായത് അതിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ പ്രൊജക്റ്റ്
ഹാൻഡിൽ ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അതിനിപ്പോഴും നല്ല രീതിയിൽ എന്തുണ്ട് റിക്വയർമെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ പല സ്റ്റുഡൻസ് ഇപ്പോൾ മലു ഡെവലപ്പേഴ്സിൻ്റെ ഇത് പറയാനുള്ളത്, ഞാൻ അതിൽ ഒരുപാട് പോസ്റ്റ് നിങ്ങൾക്കറിയാം പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ പറയാറുണ്ട് ഈ പഴയ ഡൊമൈനും കൂടി ഒന്ന് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ അതും കൂടി പഠിക്കുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം നിങ്ങളെ എക്സ്പീരിയൻസിലും ഏകദേശം അത് തന്നെയായിരിക്കും. അതായത് നിങ്ങൾ പറഞ്ഞത് വെച്ചിട്ട് ഏകദേശം ഇത്രയും ഡൊമൈനുകളിൽ നല്ല രീതിയിൽ ഇപ്പം റിക്വയർമെൻറ്റ് വരുന്നുണ്ട് അല്ലേ? അതായത് പഴയ ഡൊമൈന്, അതായത് അതെ. ഇപ്പൊ ഈ മല്ലു പ്രോഗ്രാമേഴ്സ് ഗ്രൂപ്പ് എന്നല്ല, ഇപ്പോ ഫ്രഷേഴ്സ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം എന്താണ്, എന്ത് പഠിച്ചാലാണ് ഏറ്റവും ഡിമാൻഡ്, ട്രെൻഡ് ഏതാണ്, ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏതാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള മേഖലയിൽ പോകുമ്പോൾ കോമ്പറ്റീഷനും കൂടും. ഇപ്പൊ എല്ലാരും മേൺ സ്റ്റാക്കിന്റെ മീൻ സ്റ്റാക്കിന്റെ പുറകെ പോവുകയാണെങ്കിൽ അതിൽ ഒത്തിരി കാൻഡിഡേറ്റ്സ് വരും, കോമ്പറ്റീഷൻ കൂടും. പക്ഷെ ചില പ്രത്യേക ഡൊമൈനുകൾ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൂബി ഓൺ റെയിൽസ്. ഇവിടെ കേരളത്തിൽ പൊതുവെ കമ്പനികൾ റൂബി ഓൺ റെയിൽസിൽ ചെയ്യുന്നത് വളരെ കുറവാണ്. ബാംഗ്ലൂരിലൊക്കെ കുറച്ച് കമ്പനികളുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു റിക്വയർമെന്റ് വരുമ്പോൾ അതിൽ ഡെവലപ്പേഴ്സിനെ കിട്ടാൻ. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയട്ടെ, ഇപ്പൊ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് കേസ്. എന്റെ ഒരു കസിന്റെ വൈഫ് ഇവിടെ കൊച്ചിയിൽ ഒരു കമ്പനിയിൽ ഒരു മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് കമ്പനിയിൽ ടീം ലീഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഞാൻ കേട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ IoT ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ AC നമ്മുടെ വീട്ടിലുള്ള AC നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു മൊബൈൽ ആപ്പ് വെച്ച് മാനേജ് ചെയ്യാം. AC ഓൺ ആണെങ്കിൽ ഓഫ് ചെയ്യോ, അതൊക്കെ ഒരു എക്സാമ്പിൾ ആണ് അങ്ങനെയുള്ള മൊബൈൽ ആപ്സ്. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്ന ഒരു ഹാർഡ്വെയറുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന AC എന്ന് പറയുന്ന ഡിവൈസ് നമ്മൾ റിമോട്ടായിട്ട് മാനേജ് ചെയ്യാണ്. അങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻസ് ചെയ്യുന്ന കമ്പനികളിൽ അവര് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഫ്ലട്ടറിൽ ചെയ്യൂല. കാരണം കാരണം പ്രശ്നം അതാണ് പറഞ്ഞു വരുന്നത്. ഫ്ലട്ടറിൽ ചെയ്യുമ്പോൾ ഇവർക്കെന്ന് പറയുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്പും വേണം, iOS ആപ്പും വേണം. ആൻഡ്രോയിഡ് ആപ്പിന്റെ കേസ് കുഴപ്പമില്ല, നമുക്ക് ഫ്ലട്ടറിൽ ചെയ്യാം. പക്ഷെ iOS-ൽ ചെയ്യുമ്പോൾ ആപ്പിൾ ഒത്തിരി കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫ്ലട്ടർ പലപ്പോഴും പല ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കും. ആപ്പിൾ കുറെ കാര്യങ്ങൾ റെസ്ട്രിക്ട് ചെയ്യും, അതുപോലെയുള്ള പല ഹെഡേക്സും ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവര് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് അവരിപ്പോഴും നേറ്റീവ് രീതിയിൽ സ്വിഫ്റ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. iOS, ആൻഡ്രോയിഡ് പിന്നെ ഫ്ലട്ടറിൽ ചെയ്യും, പക്ഷെ iOS ഇപ്പോഴും സ്വിഫ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഈ സ്വിഫ്റ്റ് ഡെവലപ്പേഴ്സിനെ ഇപ്പോ അധികം കിട്ടാറില്ല, അത് പഠിച്ചു വരുന്നവരും അല്ലെങ്കിൽ കുറവാണ്. ഒന്നാമത് സ്വിഫ്റ്റ് പഠിക്കണമെങ്കിൽ ആപ്പിളിന്റെ ലാപ്ടോപ്പ് വേണം, ആപ്പിളിന്റെ ഡിവൈസ് വേണം. അല്ല അതുണ്ടെങ്കിൽ പോലും ആരും അത് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നില്ല. അത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കുറവാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഒരു പ്രഷർ ഇതിലുണ്ടോ എന്തെങ്കിലും? നിങ്ങൾ എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അതായത് കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രൊമോട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ പറയാൻ പോലെ മേൺ സ്റ്റാക്കിലെ ഫ്ലട്ടർ, അതായത് പെട്ടെന്ന് പഠിച്ചെടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ഇത് മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ എന്താ പറയുക .NET അല്ലെങ്കിൽ സ്വിഫ്റ്റോ അല്ലെങ്കിൽ ഈ റൂബി റെയിൽസോ ഇതൊന്നും ഒറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്ല അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ .NET-ലൊരു കോഴ്സ് പ്ലാൻ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റുഡൻസ് എല്ലാം ട്രെൻഡുകളുടെ പുറകെയാണ്. അപ്പൊ ഒരു ബാച്ച് അറേഞ്ച് ചെയ്യണമെങ്കിൽ സ്റ്റുഡൻസ് വരണമല്ലോ. ഈ സ്വിഫ്റ്റ് പഠിക്കാനും ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കാര്യമില്ല. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം സ്റ്റുഡൻസ് വന്നാലേ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഷുവറായിട്ട്. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കും അവരങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പോകുന്നത്. മനസ്സിലായി. ഓക്കെ, അതേപോലെ ഈ ജോബിന്റെ കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് ഈ എന്താ പറയുക, പല ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മൾ സ്കില്ല് പഠിപ്പിക്കും. അതായത് നല്ല രീതിയിലൊരു സ്കില്ല് പഠിപ്പിക്കും, എന്നിട്ട് പ്ലേസ്മെൻറ്റ് അറേഞ്ച് ഒക്കെ ഉണ്ട് എന്ന് പറയും. ചിലതൊക്കെ കിട്ടും, അല്ലെങ്കിൽ കിട്ടുന്ന പ്ലേസ്മെൻ്റ് ഒക്കെ നമുക്കറിയാം, ആവറേജ് സാലറി എന്നൊക്കെ പറഞ്ഞാൽ എത്രയാണെന്നൊക്കെ അറിയാം. അപ്പോൾ ഒരു സ്കില്ല് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ സ്കില്ലിൽ അല്ലെങ്കിൽ ആ സ്കില്ല് ഉപയോഗിച്ചിട്ട് ഒരു ജോലിയിലോട്ട് കയറുന്നതും അതും ഒരു പഠിക്കേണ്ട കാര്യം തന്നെയല്ലേ? അതായത് ഒരു കമ്പനിയിലോട്ട് എങ്ങനെ ജോബ് അപ്ലൈ ചെയ്യുക, അതേപോലെ എങ്ങനെ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ പിറകിലില്ലേ? അതായത് സ്കില്ല് മാത്രമല്ലാതെ ഒരു ജോലിയിലോട്ട് എത്തുന്നതിന് കുറേ പ്രോസസ്സ് ഉണ്ടല്ലോ. അതും കൂടി ഈ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇവരൊക്കെ പഠിക്കുന്നത് അത്യാവശ്യമല്ല, നിർബന്ധമല്ല ഈ കാലത്ത്? എന്താണ് നിങ്ങൾ? അതെ, വളരെയധികം ശരിയാണ്. ഇപ്പോൾ ഞാൻ
പഠിച്ച് ഈ ഫീൽഡിൽ എത്തിയ ഒരു സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2008, 2007, 2009 ടൈമിലാണ്. ആ സമയത്ത് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ സ്കില്ല് തന്നെയായിരുന്നു നോക്കിയിരുന്നത്. പിന്നെ നോക്കുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പൊ ഈ ടെക്നിക്കൽ സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഏകദേശം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അന്നത്തെ ആ ഒരു സമയത്ത്. പക്ഷെ ഇപ്പോ എന്ന് പറയുന്നത് ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ടെക്നിക്കൽ സ്കിൽ തന്നെയാണ് മെയിൻ. പക്ഷെ അത് നമ്മൾ വേണ്ട രീതിയിൽ ഷോക്കേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ ഷോക്കേസ് ചെയ്യുന്നത് മികച്ച കമ്മ്യൂണിക്കേഷനിലും മറ്റുമാണ്. അപ്പൊ അവിടെ കുറെ കൂടി കോമ്പറ്റീഷൻ കടന്നു വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പ്രോജക്റ്റുകളും ടാസ്കുകളും ഒക്കെ നമ്മൾ അത് ഷോക്കേസ് ചെയ്യാനുള്ള എബിലിറ്റി വളരെ പ്രധാനമാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്ത വർക്കുകളും പ്രോജക്ട്സും മറ്റുമെല്ലാം നമ്മൾ ഇപ്പോ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലിങ്ക്ഡിൻ പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് ഡോക്യുമെന്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത വർക്കുകളെല്ലാം നമ്മൾ ഗിറ്റ് ഹബിലേക്ക് ഇപ്പൊ പുഷ് ചെയ്യാറുണ്ട്. ഞാൻ വന്ന സമയത്ത് ഈ ഗിറ്റ് എന്ന് പറയുന്നത് ഗിറ്റ് ഏകദേശം റിലീസ് ചെയ്യുന്നത് 2009 ഗിറ്റ് ഹബ്. അതിന് മുൻപെന്ന് പറയുന്നത് മറ്റേ സെൻട്രലൈസ്ഡ് വേർഷൻ കൺട്രോൾ സിസ്റ്റം ആണ്. ഇപ്പൊ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ മുതലേ ഉണ്ടായിരുന്നു, 90s മുതലേ ഉണ്ട്. പക്ഷെ അതെല്ലാം ഒരു സർവർ നമ്മൾ ആക്സസ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ഒരു ആക്സസ് തരും. ആ ഒരു രീതിയിലായിരുന്നു മുൻപ് ചെയ്തത്. പിന്നെയാണ് അവിടെ ഈ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻസിലും ഒരു വേർഷൻ കൺട്രോൾ സിസ്റ്റം അതെല്ലാം വന്നത് ഈ ഗിറ്റ് ഹബിൽ 2009 ശേഷമാണ്. അപ്പൊ ഞാൻ വന്ന സമയത്ത് അതൊന്നും ഇല്ല. പക്ഷെ ഇപ്പോ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡന്റ് ഒരു ജോബിന് ട്രൈ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഡെവലപ്പറിന് ജോബിന് ട്രൈ ചെയ്യുമ്പോൾ അവൻ ചെയ്ത പ്രോജക്ട്സ് എല്ലാം ഗിറ്റ് ഹബിൽ ഷോക്കേസ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ എംപ്ലോയർ ആദ്യം ചെക്ക് ചെയ്യുന്നത് ഇതേപോലത്തെ പ്ലാറ്റ്ഫോമിൽ. ഒരു കാൻഡിഡേറ്റിനെ ഒരു അപ്ലൈ ചെയ്യുമ്പോൾ പലപ്പോഴും പല കമ്പനികളിലും അവന്റെ പേര് ഗൂഗിളിൽ ചെയ്ത് നോക്കാം. ഗൂഗിളിൽ ചെയ്ത് നോക്കിയതിനു ശേഷം അവന്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലേക്ക് പോവാം. അതുപോലെ തന്നെ ഗിറ്റ് ഹബ് പ്രൊഫൈലിലേക്ക് പോവാം. ഗിറ്റ് ഹബ് പ്രൊഫൈലിൽ അതുകൊണ്ടാണ് ഈ ഗിറ്റ് ഹബ് പ്രൊഫൈലിൽ വർക്കുകളൊക്കെ വേണ്ട രീതിയിൽ ഷോക്കേസ് ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒരു നല്ലൊരു പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോൾ പഠിക്കുന്ന കാലം മുതൽ തന്നെ നമ്മുടെ ലേണിംഗ് എക്സ്പീരിയൻസ് എന്താണ്, പിന്നീട് വർക്ക് ചെയ്യുമ്പോൾ ഓരോ പ്രോജക്റ്റുകളിൽ നമുക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും പല ബ്ലോഗുകളായിട്ടും മറ്റുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. ഇതൊക്കെ ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയി മാറിയിട്ടുണ്ട്. ഞാൻ ഈ ഫീൽഡിൽ വന്ന സമയത്ത് ലിങ്ക്ഡിൻ ഇറങ്ങിയത് 2005 മാത്രമാണ്. അന്ന് ലിങ്ക്ഡിൻ അത്ര പോപ്പുലർ ആയിട്ടില്ല. അന്ന് കൂടുതലും ഈ ജോബ് ആ സമയത്ത് ഇതില്ലല്ലോ, അതായത് ഷോക്കേസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്കൊരു സ്കിൽ ഉണ്ടെങ്കിൽ ജോബിലോട്ട് കയറാം. അന്ന് കൂടുതലും ഈ ജോബ് സൈറ്റുകളായിരുന്നു കൂടുതലും. ഇപ്പോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ട്, അതായത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അതായത് നമുക്കൊരു സ്കില്ല്, അല്ലെങ്കിൽ അന്ന് സ്കില്ലല്ലോ, അന്ന് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിലോട്ട് കയറാന്നുള്ളൊരു അവസ്ഥയാണല്ലോ. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് എന്ത് സ്കില്ലുണ്ട് എന്നൊക്കെ ഷോക്കേസ് ചെയ്താൽ മാത്രമേ ജോലി കിട്ടൂ എന്നുള്ളൊരു അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡന്റ് ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ഷോക്കേസ് ചെയ്യാനുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള സ്കില്ലുകളും കൂടെ നേടേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ കൊച്ചിയിലെ പല പ്രശസ്തമായ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഞാൻ ഫ്രീലാൻസിങ്ങിന്റെ സൈഡായിട്ട് എക്സാമ്പിൾ നിങ്ങൾ പ്രോട്ടോടൈപ്പിൽ വർക്ക് ചെയ്താണ്, അതായത് അതിൻ്റെ പാർട്ടായിട്ട് നിന്നതാണല്ലോ. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത്, ഞാനത് മനസ്സിലാക്കിയെടുത്തോളം, അവിടെ എന്താ പറയുക, ഒരു സ്കില്ല് പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ ജോബിലോട്ട് എങ്ങനെ എത്തണം എന്നുള്ള നല്ല രീതിയിൽ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങളവിടെ അതിൻ്റെ ഒരു പാർട്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ് അവിടെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ? അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പല വെബ് ഡെവലപ്മെന്റ് ബാച്ചുകളും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കണ്ടേക്കണ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിലും മറ്റുമൊക്കെ പഠിച്ചു വരുന്ന സ്റ്റുഡൻസിന് ഒന്നാമത് പലർക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ മോശമാണ്. പക്ഷേ അവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. കാരണം ഞാനൊരു വെബ് ഡെവലപ്മെന്റ് ട്രെയിനറാണ്. എന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വെബ് ഡെവലപ്മെന്റ് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ തന്നെ ഒരു 10-30 ബാച്ചുകളെങ്കിലും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു ബാച്ച് പഠിപ്പിച്ചു കഴിയുമ്പോൾ ഞാൻ ഇവർക്ക് മോക്ക് ഇന്റർവ്യൂ കൊടുക്കാറുണ്ട്. അപ്പൊ ഇവർക്ക് ഇങ്ങനെയുള്ള വീക്ക് പോയിന്റുകളെല്ലാം പുറത്തേക്ക് വരികയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവർക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തരാൻ പോലും അറിയില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ വീക്കായിട്ട്, കമ്മ്യൂണിക്കേഷൻ വീക്കാണെന്ന് മാത്രമല്ല, സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലും അറിയില്ല. അപ്പോ
അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് ഞാൻ മെയിനായിട്ട് വെബ് ഡെവലപ്മെന്റ് ട്രെയിനാണ്. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിമിതികളുണ്ട്. പക്ഷെ ഇവർക്ക് അങ്ങനെ ഒത്തിരി സോഫ്റ്റ് സ്കിൽസിന്റെ പ്രശ്നങ്ങളുണ്ട് പഠിച്ചിറങ്ങുന്ന പല സ്റ്റുഡൻസിനും. അപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും കൂടെ സ്റ്റുഡൻസ് ഒരു ഇന്റർവ്യൂ അങ്ങനെ അറ്റൻഡ് ചെയ്യാം, HR-നോട് എങ്ങനെ സംസാരിക്കണം, അതുപോലെ തന്നെ എങ്ങനെ അവനവന്റെ വർക്കുകൾ എങ്ങനെ ഷോക്കേസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ സോഫ്റ്റ് സ്കിൽസും കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കൂടെ തന്നെ പഠിച്ചാൽ മാത്രമേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പോ ബ്രോട്ടോടൈപ്പിന്റെ കാര്യം പറഞ്ഞു. ബ്രോട്ടോടൈപ്പിൽ ഞാൻ കണ്ടേക്കുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടത്തെ പ്രോഗ്രാമിൽ ഈ പറഞ്ഞ പോലെ ശരിയാണ്. അവിടെ ഇങ്ങനെയുള്ള കുറെ ട്രെയിനിങ് എക്സ്ട്രാ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ശരിയാണ്. ഇപ്പോ അവിടെ ഒരു 10-30 കമ്മ്യൂണിക്കേഷൻ ട്രെയിനേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ അപ്പൊ ഡെയിലി ഒരു 1 hour കമ്മ്യൂണിക്കേഷൻ റൗണ്ട് ഉണ്ട്. അപ്പൊ സ്റ്റുഡൻസ് ഒക്കെ മാക്സിമം മുന്നോട്ട് വരണം. ഗ്രൂപ്പ് ഡിസ്കഷൻസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും പോരാഞ്ഞിട്ട് ഇപ്പോ ആ പ്രോഗ്രാമൊക്കെ അവസാനിക്കുമ്പോൾ ടേക്ക് ഓഫ് റൗണ്ടിനൊക്കെ മുമ്പ് ബോർഡിംഗ് വീക്സ് എന്നുള്ളൊരു പരിപാടിയുണ്ട്. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ട്രെയിനേഴ്സിന്റെ വക ഒരു സ്ക്രീനിങ് ഉണ്ട്. ഇവൻ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അത് സ്ക്രീൻ ചെയ്യും. എന്നിട്ട് അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ ബോർഡിംഗ് വീക്സും ടേക്ക് ഓഫും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ കഴിയും. അപ്പൊ അവിടെ തന്നെ അവന്റെ വീക്ക് പോയിന്റുകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതിന് വേണ്ട ഫീഡ്ബാക്കും കാര്യങ്ങളും കൊടുത്ത് അത് കറക്റ്റ് ചെയ്തിട്ടേ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അതുപോലെ തന്നെ ഒരിടത്ത് ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ HR റൗണ്ടിൽ ഇപ്പോൾ HR ചിലപ്പോൾ സാലറി നെഗോഷിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചേക്കാം. അപ്പോൾ HR-നോട് എങ്ങനെ സംസാരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അവിടെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അവിടുത്തെ ഒരു പോസിറ്റീവ് സൈഡാണ്. അതുപോലെ തന്നെ അവസാനം ടേക്ക് ഓഫ് റൗണ്ടിന് മുമ്പ് ടെക്നിക്കൽ റൗണ്ട് അതല്ലാതെ ഒരു HR റൗണ്ടും കൂടെ ഉണ്ട്. ആ HR റൗണ്ട് എടുക്കുന്നത് മറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന HR മാനേജേഴ്സ് ആണ്. ഓക്കെ, അതായത് ഒരു ജോലിക്ക് വേണ്ട സ്കില്ലും പഠിപ്പിക്കുന്നുണ്ട്, അതേപോലെ ജോലിയിലോട്ട്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അവിടുത്തെ. വേറൊരു പോസിറ്റീവ് വശം, ഈ വൺസ് പ്രോഗ്രാം കഴിഞ്ഞു സാധാരണ ഞാൻ കണ്ടിരിക്കുന്നത് ഒരു സ്റ്റുഡന്റ് ഇപ്പൊ നേരത്തെ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു. അവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നോക്കുന്നത് അവിടുത്തെ പ്ലേസ്മെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളാണ്. പക്ഷെ അവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത് അതിനുള്ള അസിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ അവർക്ക് പരിചയമുള്ള കമ്പനികളിലേക്ക് ഇന്റർവ്യൂ കോൾസ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ പിന്നീട് അവിടുത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അവിടെ ജോലി നേടുകയും ചെയ്യാനുള്ള എഫർട്ട് ഇടേണ്ടത് സ്റ്റുഡന്റ് തന്നെയാണ്. അപ്പൊ ഈ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്റ്റുഡന്റിന്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലയിലിരിക്കുകയാണ്. ഞാൻ ഇത്രയും ഫീസ് അടച്ചിട്ടുണ്ട്, അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് പ്ലേസ്മെന്റ് വേണം തരണം ഞാൻ എന്നുള്ള ഒരു രീതിയിലാണ് പല സ്റ്റുഡൻസിന്റെ ഒരു മൈൻഡ് സെറ്റ് പോകുന്നത്. പക്ഷെ ആക്ച്വലി പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റുഡന്റിന്റെ കയ്യിൽ തന്നെയാണ്. ഇവർക്ക് മാക്സിമം ചെയ്യാൻ കഴിയുന്നത് ഇന്റർവ്യൂ കോൾസ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഒരു കമ്പനിയുടെ CEO ആയിക്കോട്ടെ, CEO ഇപ്പോൾ ഒരു CEO അയാളുടെ ഏറ്റവും ഇപ്പോൾ ആഷിക്ക് ഒരു കമ്പനി നടത്തുകയാണ്. ആഷിക്കിന് ഏറ്റവും അടുത്തുള്ളൊരു റിലേറ്റീവ് ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. ആഷിക്കിന് അവിടെ താല്പര്യമുണ്ട് ആ റിലേറ്റീവിന്റെ കാര്യത്തിൽ. പക്ഷെ എന്നാലും ആഷിക്കിന് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ആളെ റെഫർ ചെയ്യാൻ പറ്റും. സ്വന്തം കമ്പനി ആണെങ്കിൽ പോലും അവിടെ ഒരു റെഫറൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു കാൻഡിഡേറ്റിന് ഡെവലപ്മെന്റ് സ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനാവില്ല. ഇനി അഥവാ ആഷിക്കിന്റെ റെഫറൻസിൽ ആ കാൻഡിഡേറ്റ് ഫൈനൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എടുക്കാനൊന്നും പറ്റത്തില്ല. അതെ, ഇനി അഥവാ ജോയിൻ ചെയ്താലും ഒരു സ്കില്ലില്ലാതെ അവൻ എങ്ങനെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യും? അപ്പോൾ ഒരു കമ്പനിയുടെ ഓണർ ആണെങ്കിൽ പോലും റെഫർ ചെയ്യുന്നതിന് പരിമിതിയുള്ളൊരു ഫീൽഡാണ്. ഓക്കെ, സ്കില്ലില്ലാതെ നടക്കില്ല. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് മാക്സിമം ഓഫർ ചെയ്യാൻ കഴിയുന്നത് ഈ 100% പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അത് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇന്റർവ്യൂ കോഴ്സ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. പിന്നെ കയറേണ്ടത് സ്റ്റുഡൻസ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രോട്ടോടൈപ്പിലേക്ക് വരാം. പ്രോട്ടോടൈപ്പിൽ അവിടെ ഞാനൊരു പ്രത്യേകം ശ്രദ്ധിച്ചു. വൺസ് അവരുടെ പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നെ പ്ലേസ്മെന്റിന് മുൻപായിട്ടൊരു പ്രൊസീജിയർ ഉണ്ട്. സ്റ്റുഡന്റിന് ഒരു എക്സൽ ഫയൽ ഷെഡ്യൂൾ ചെയ്യും. അവൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ പ്രോഗ്രാം കഴിഞ്ഞു, അവനൊരു ടാർജറ്റ് കൊടുക്കുകയാണ്. അടുത്ത 15 ദിവസത്തിനുള്ളിൽ അവനൊരു മിനിമം 150 കമ്പനികളിലെങ്കിലും അപ്ലൈ ചെയ്തിരിക്കണം. എന്നിട്ട് ആ ഡീറ്റെയിൽസ് അവൻ ഏതൊക്കെ കമ്പനികളിൽ അപ്ലൈ ചെയ്തു, എന്നിട്ട് അവർ തിരിച്ച് എന്തെങ്കിലും റെസ്പോൺസ് അയച്ചോ, ഏതെല്ലാം കമ്പനികളിൽ റെസ്യൂമെ ഇമെയിൽ അയച്ചു, അതെല്ലാം ഈ എക്സൽ ഫയലിനകത്തേക്ക് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അത് 15 ദിവസത്തിനുള്ളിൽ ചെയ്യണം. അത് പോരാടെ മിനിമം 30 HR-മാരെങ്കിലും സ്റ്റുഡന്റ് കണക്ട് ചെയ്തിരിക്കണം. 15 ദിവസത്തെ ടാർജറ്റ് ആയിട്ട് സ്റ്റുഡന്റിന് കൊടുക്കുകയാണ്. ആ ഒരു
ടാർജറ്റ് അവൻ ആ ഒരു പ്രൊസീജിയർ 15 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പിന്നീടുള്ള പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇവനെ ലഭിക്കുകയുള്ളൂ. അപ്പൊ അവിടെയും സ്റ്റുഡന്റ് ഒരു പ്രഷർ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ മറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറ്റം പറയല്ല, ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് തന്നെ അറിയില്ല എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്, അതുപോലും അറിയാത്ത അവസ്ഥ. അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്ന ഇവരുടെ മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്ലേസ്മെന്റ് കൊണ്ടുവരണം, ഞാൻ ഫീസ് അടച്ചിട്ടുണ്ട്, ഇനി ഇവരാണ് എനിക്ക് ജോലി തരേണ്ടത്, അവരാണ് എഫർട്ട് ഇടേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഇവിടെ എല്ലാം സ്റ്റുഡന്റിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചടക്കാണ്. ഒരു 15 ദിവസം കൊടുത്തിട്ട് അവിടെയും ഒരു പ്രഷർ കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള, അതായത് എങ്ങനെ ഒരു ജോലിയിൽ അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് കമ്മ്യൂണിക്കേഷൻ സ്ക്രീനിങ് ഉണ്ട്, എങ്ങനെ സാലറി നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ HR-നോട് എങ്ങനെ സംസാരിക്കണം, അതുപോലെ തന്നെ ഇവരുടെ CV ഒന്ന് കമ്മ്യൂണിക്കേഷൻ ട്രെയിനേഴ്സ് ഒന്ന് വാലിഡേറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് കൊടുക്കും, അതിന് വേണ്ട കറക്ഷൻസ് കൊടുക്കും. അപ്പൊ ഇതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു ട്രെയിനിങ് ഒരു സ്റ്റുഡന്റിന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും ഒരു ഇൻഡസ്ട്രി റെഡി ആയിട്ട് ഒരു കാൻഡിഡേറ്റ് വരുന്നുള്ളൂ. അല്ലാതെ ടെക്നിക്കൽ സ്കില്ല് കൊണ്ട് മാത്രം ശരിക്കും ആയിട്ടില്ല. അതായത് ഒരു ജോലിയിലോട്ട് എത്താനും പറ്റത്തില്ല ഇങ്ങനെ പോയാൽ. അതെ, എങ്ങനെ നമ്മുടെ വർക്കുകൾ ഷോക്കേസ് ചെയ്യാം, എങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, ഇപ്പോൾ ടെക്നിക്കൽ റൗണ്ട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നമ്മുടെ സ്കില്ല് അവിടെ ഷോക്കേസ് ചെയ്യണം, HR-നോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഒരു ഗിറ്റ്ഹബ് പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെ ഒരു മൊത്തത്തിലൊരു പേഴ്സണൽ ബ്രാൻഡ് എങ്ങനെ പഠിക്കുന്ന സമയം മുതലേ ഉണ്ടാക്കിയെടുക്കണം, ഇതെല്ലാം ഇപ്പോൾ അറിയേണ്ടതുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും ജോലി കിട്ടുന്നുണ്ടാവാം. പക്ഷെ ഞാൻ പറഞ്ഞു, കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് വരണമെങ്കിൽ ഇതെല്ലാം ഇപ്പൊ നേടേണ്ടതുണ്ട്. പക്ഷെ അപ്പോ ഇതിലിപ്പോ നമ്മൾ പറഞ്ഞു സ്കില്ല് നേടുക, അതേപോലെ സ്കില്ല് നേടിയിട്ട് അത് ഷോക്കേസ് ചെയ്യുക. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ പോലും മേ ബി നമുക്ക് നല്ല ജോബിലോട്ട് എത്താം. ഇനി അതില്ലെങ്കിൽ പോലും ജോബിലെത്തുന്ന ആൾക്കാരുണ്ട്, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയാം, എന്നോട് പലരും IT ഫീൽഡ്, അതായത് ഞാൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഈ ഫീൽഡിലോട്ട് വരാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഡൗട്ട്സ് ചോദിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് പലപ്പോഴും, അതായത് പാഷൻ ഉണ്ടെങ്കിൽ, അതായത് നല്ല പാഷൻ ഉണ്ടെങ്കിൽ, ഈ ഒരു ഫീൽഡിലോട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും വരുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അല്ലാതെ വരാൻ പാടില്ല എന്നല്ല, അതായിരിക്കും ബെറ്റർ. കാരണം നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ എന്ന് പറയുന്നൊരു തിയറി ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫീൽഡിൽ ഇത്ര ജോബ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചുള്ള ജോബ് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ എന്താ പറയുക കാൻഡിഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എന്താ പറ്റില്ല, എല്ലാവർക്കും ജോലി കൊടുക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവരൊക്കെ ഔട്ടാവും. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഫീൽഡിൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു പാഷനുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും. അതായത് ഇവർക്ക് വെയിറ്റ് ചെയ്യാനുള്ളൊരു പേഷ്യൻസ് കാണിക്കും, അതേപോലെ അതിലെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ ഇതിനൊക്കെ ഇവർ തയ്യാറാവും. പക്ഷേ നമ്മളൊരു എന്താ പറയുക ജോലി കിട്ടുന്നു കരുതിയിട്ട് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതൊന്നും എന്താ പറയുക ഓവർകം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ രീതിയിൽ എന്താ പറയുക ഈ ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ ഇതും ഈ ഒരു ജോലി കിട്ടാത്തതിനെ ബാധിക്കുന്നുണ്ടാവില്ലേ നിങ്ങളൊരു അഭിപ്രായത്തിൽ? കാരണം നമ്മൾ ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങളും അതേപോലെ ജോലി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും രണ്ടും ഇവിടെ വേണം. പക്ഷേ ജോലി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്കില്ല് പഠിപ്പിച്ചിട്ട് ജോലിയിലോട്ട് കയറ്റുന്ന സ്ഥാപനങ്ങൾ മാത്രം പോരല്ലോ, ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങൾ വേണമല്ലോ. അപ്പോൾ അത് ഇവിടെ ഒരു റേഷ്യോ നോക്കുകയാണെങ്കിൽ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതും ഇതിനൊരു കാരണമായിരിക്കുമല്ലോ. നിങ്ങൾ അതിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ, ഇപ്പോൾ പഴയ ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് നോക്കുകയാണ്, ഇപ്പോൾ 2015, 10, 12, 15 വരെ ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവുമായിരുന്നു. പരിധി വരെ ഇത് തന്നെയാണ് നിശ്ചയിക്കുന്നത്, ഡിമാൻഡും സപ്ലൈ തന്നെയാണ്. ഓക്കെ, പിന്നീട് ഇപ്പോൾ 2019 മുതൽ ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുശേഷം ഒരു മീഡിയം ലെവലിലേക്ക് പോയി. ഇപ്പം 19 മുതൽ 25 വരെയുള്ള ആ ഒരു സമയം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു സപ്ലൈ കൂടി വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ വേറെയും കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ചില പ്രത്യേക ഡൊമൈനുകളിൽ തീർച്ചയായും ശരിയാണ് അവിടെ ഡിമാൻഡ് കുറവാണ്. പക്ഷെ ആ ഉള്ള ഡിമാൻഡിന് പോലും സപ്ലൈ ഇല്ല എന്നുള്ള അവസ്ഥ നിലവിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സ്വിഫ്റ്റ് ഡെവലപ്പറിനെ ഇപ്പൊ കിട്ടാനുണ്ടോ?
ഇപ്പൊ റൂബി ഓൺ റെയിൽസിന്റെ കേസ് ഞാൻ പറഞ്ഞു, ഡിമാൻഡ് കുറവാണ്, പക്ഷെ എവിടെയെങ്കിലും ഒരു റിക്വയർമെന്റ് വരുമ്പോ എങ്ങനെ ഫില്ല് ചെയ്യും, ഒരു എക്സ്പീരിയൻസ് ആളുടെ ഡെവലപ്പ്. അതുപോലെ തന്നെ ഇവിടെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഒരു 5-6 മാസം മുമ്പ് ജാവയില് ഒരു 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർക്കിടെക്ടിന് ഒരു റിക്വയർമെന്റ് വന്നു. ഇപ്പോഴും അത് ഫില്ലായിട്ടില്ല. അവര് മാക്സിമം സാലറി ഓഫർ ചെയ്യുന്നുണ്ട്, പക്ഷെ ആളെ കിട്ടുന്നില്ല. കാരണം ചില പ്രത്യേക ഡൊമൈനുകളിൽ അതിന് ഡിമാൻഡ് കുറവാണ്, പക്ഷെ ഉള്ള ഡിമാൻഡിന് പോലും സപ്ലൈ ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ ട്രെൻഡുകൾക്കാണ് ഈ പറഞ്ഞ ഒരു പരിധി വരെ ശരിയാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ എന്താ പറയാ, നല്ല രീതിയിൽ സപ്ലൈ ഉള്ള ഡൊമൈനിൽ തന്നെയാണ് പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മേ ബി കുറച്ചെങ്കിലും ഡിമാൻഡുള്ള ഡൊമൈന് വേറെ ഉണ്ട്, പക്ഷെ അതിലോട്ടൊന്നും ഈ ഇതേപോലെ സ്റ്റുഡൻസോ ആരും എത്തുന്നില്ല. മിഡിൽ ഈസ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഗൾഫ് രാജ്യങ്ങളിൽ .NET ഒത്തിരി റിക്വയർമെന്റ് വരുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ദുബൈ അല്ല സൗദിയിലൊക്കെ പലപ്പോഴും .NET നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് പറയുന്നൊക്കെ. അതേപോലെ ഈ പഴയ ലാംഗ്വേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കൊബോളൊക്കെ ഇല്ലേ, കൊബോൾ എന്നൊക്കെ പറയുന്ന ലാംഗ്വേജിൽ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരൊക്കെ ഇപ്പോഴും കൊബോൾ ഉപയോഗിക്കുന്ന കമ്പനികളുണ്ട് എന്നൊക്കെ പറയുന്നിട്ടുണ്ട്. മെയിൻ ഫ്രെയിം പോലെയുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ടാവും. അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവരൊക്കെ ആ ഒരു പ്രൊജക്റ്റ് അതിൽ ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്ത് പോന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അത് മാറ്റാൻ പറ്റാതെ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ആയിരിക്കും. അതേപോലെ ജാവയിലും മറ്റേ സ്പ്രിംഗ് ബൂട്ട് അതൊക്കെ അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതൊക്കെ. അതൊക്കെ പലപ്പോഴും അത് പഴയ ലാംഗ്വേജ് അല്ല ഓൾഡ് ഫ്രെയിം വർക്ക് എന്നൊക്കെ പറഞ്ഞാലും ഇപ്പം വലിയ വലിയ കമ്പനികളൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള പറയുന്നത് കേൾക്കാം. പക്ഷെ എൻ്റെ ഈ ട്രെൻഡിൻ്റെ പിറകെ പോകുന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണോ ഈ ഒരു ഡൊമൈനിലോട്ടൊന്നും ആൾക്കാർ വരാത്തത്? അല്ലെങ്കിൽ അല്ല, അത് മാത്രമല്ല, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ പഴയ ലാംഗ്വേജ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാം, ജാവ ഒക്കെ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഈ ട്രെൻഡുകളുടെ കേസ് തന്നെ നമുക്ക് എടുക്കാം. ഇപ്പൊ നമ്മളിപ്പോ ഈ കൂടുതൽ ഡിമാൻഡും ട്രെൻഡുമുള്ള ഡൊമൈനുകൾ, ഇപ്പൊ മേൺ സ്റ്റാക്കോ ഫ്ലട്ടറോ എന്തുപോലെ ആയിക്കോട്ടെ, അത് ഒത്തിരി കാൻഡിഡേറ്റ്സ് പഠിക്കാൻ വരുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്, ഞാൻ ഇത്രയും ബാച്ചുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ നമ്മളിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താണ്, ഒരു 10-25 പേരുള്ള ഒരു ബാച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക സ്റ്റുഡൻസിന്റെ. അതില് ഒരു 4-5 സ്റ്റുഡൻസ് മാത്രമേ നമ്മളെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് എഫർട്ട് ഇട്ടിട്ട് വരികയുള്ളൂ. ബാക്കിയുള്ള 20 പേരും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എഫർട്ട് ഇടില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഇതുവരെ ഒരു 10-30 ബാച്ചുകളെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ മൊത്തം എക്സ്പീരിയൻസിൽ പറയുന്നതാണ്, എഫർട്ട് ഇടുന്നവർ ഇവിടെ വളരെ കുറവാണ്. അതായത് ആവേശമാണ്, തുടക്കത്തിലുള്ള ഒരു ആവേശം ഉണ്ടാവും. സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇങ്ങനെയുള്ള അനാലിസിസ് ആണ്. എന്താണ് ട്രെൻഡ്, ഏതിനാണ് ഡിമാൻഡ്. ഇപ്പൊ നമ്മുടെ ആ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് അതിനാണ്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡും ഡിമാൻഡും ഒന്നും നോക്കേണ്ടതില്ല. നമുക്ക് താല്പര്യമുള്ള ഏതെങ്കിലും, ഇപ്പം നമുക്കിപ്പോൾ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റിലാണ് താല്പര്യമെങ്കിൽ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു ടെക്നോളജി, ഫ്ലട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്വിഫ്റ്റ് ആയിക്കോട്ടെ, ഇപ്പം iOS ഡെവലപ്മെന്റോട് താല്പര്യം ഉണ്ടെങ്കിൽ സ്വിഫ്റ്റ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്, ഒരു സിസ്റ്റമാറ്റിക് എഫർട്ട് ഇട്ടിട്ട് നമ്മൾ ആ സ്കില്ല് നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷെ ആ ഒരു എഫർട്ട് ഇട്ടിട്ട് ഇൻഡസ്ട്രി ഉദ്ദേശിക്കുന്ന രീതിയിൽ എഫർട്ട് ഇട്ട് വരുന്ന സ്റ്റുഡൻസ് കുറവാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. സ്റ്റുഡൻസ് ഈ കോഴ്സുകൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ജോബ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു സിറ്റുവേഷൻ. അതായത് ഏതാണ് ജോബ് കിട്ടുക. ഇവിടെ വേറെ ഒരു കാര്യം, ഇപ്പൊ നേരത്തെ നമ്മൾ പാഷനെ കുറിച്ച് പറഞ്ഞു. ഈ ഒരു 2013 മറ്റോ നടന്നൊരു സർവേ ഉണ്ട്, അത് ഇപ്പോഴും ആ സർവേ കറക്റ്റ് തന്നെയാണ് ഡാറ്റ. അതായത് നമ്മുടെ നാട്ടിൽ ഈ എഞ്ചിനീയറിംഗ്, BCA, MCA ഇതുപോലെയുള്ള കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കോഴ്സുകളൊക്കെ കഴിഞ്ഞു വന്നിട്ട് സത്യത്തിൽ ഈ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ പാഷനായിട്ട് കടന്നു വരുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം വെറും 3.5% മാത്രമാണ് എന്നുള്ളൊരു കണക്കുണ്ട്. അമേരിക്കയിൽ അത് ആ സമയത്ത് കുറച്ചും കൂടെ കൂടുതലുണ്ടായിരുന്നു, 11% എല്ലാ രാജ്യങ്ങളും കുറവാണ്. പക്ഷെ അമേരിക്കയിൽ അത് 11% വരെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അതൊരു 3.5% മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം എന്തുകൊണ്ട് ഇത് പഠിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയ മേഖല IT ഇൻഡസ്ട്രിയാണ്. ഏറ്റവും കൂടുതൽ ശമ്പളം ഓഫർ ചെയ്തതും IT ഇൻഡസ്ട്രിയാണ് കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട്. അതായത് ഇങ്ങനെ ഒരു റേഷ്യോ വന്നിട്ട് പോലും നമുക്ക് എന്തുണ്ട് ഈ ഒരു ഫീൽഡിൽ നല്ല ഓപ്പർച്യൂണിറ്റി. ഇപ്പോഴും സ്റ്റുഡൻസ് ഇത് പഠിക്കാൻ വരുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ എണ്ണം ഉള്ളത് കൊണ്ടാണ്. അപ്പോ അല്ലാതെ പാഷൻ കൊണ്ട് വരുന്നവരുടെ കമ്പാരിറ്റീവ് അത് കുറവാണ്. ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ നമ്മളെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്.
നാട്ടിൽ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് വളർന്നു വരുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ 2008 ആ സമയത്ത് കയറിയാണല്ലോ, ഐ ടിയിലോട്ട് കയറിയാണല്ലോ, ജോബിലേക്ക് കയറിയ സമയം. ആ സമയത്ത് അന്നുള്ളതിനേക്കാൾ ഒരുപാട് കമ്പനികൾ ഇന്ന് നിലവിലുണ്ട്. ഇനി അത് മാത്രമല്ല, ഇനി ഒരുപാട് കമ്പനികൾ ഇവിടെ വളർന്നു വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇനിയും ഐ ടി ഫീൽഡിലുള്ള ജോബ് കൂടാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ അതിൻ്റെ കൂടെ ഈ സപ്ലൈ കാര്യങ്ങൾ അതും ആ ഒരു ഫ്ലോ കറക്റ്റായാലും മാത്രമേ സംഭവിക്കൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ടപ്പിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്ലോപ്പാകുന്ന സ്റ്റാർട്ടപ്പും ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മളിപ്പോൾ ജോലി കളയും പിന്നെ അതേപോലെ റീപ്ലേസ് ചെയ്യുന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു പല കമ്പനികളിലും മാൻ പവർ ആവശ്യമുള്ള ഒരുപാട് ടെക്നോളജികൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ടാവുന്നതന്നെ എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എന്നാലും ഈ ഒരു ഐ ടി ഫീൽഡിന് ഇനിയും ഡിമാൻഡ് ഉണ്ടാവില്ലേ? അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ജോബ് കളയുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫീൽഡിലോട്ട് കടക്കാതിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒത്തിരി ഡെവലപ്പേഴ്സൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ ഇപ്പോൾ കമ്പനികൾ അപ്പോൾ ഇവിടെ വേറൊരു സൈഡ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ AI പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ സത്യത്തിൽ വേറൊരു സൈഡിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ AI ബേസ് ചെയ്തിട്ടുള്ള പല പ്രോഡക്റ്റ് ഐഡിയാസും വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റേ ജെമിനിയിൽ ഇമേജ് എഡിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് പല ഐഡിയാസും വരുന്നുണ്ട്. ഇപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയേഴ്സിന് വേണ്ടി ഇപ്പോൾ നമ്മളൊരു വീട് നിർമ്മിക്കുന്നു, അപ്പൊ നമ്മളൊരു റൂമിന്റെ പിക്ചർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സജഷൻസ് AI തരുന്ന രീതിയിൽ അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒക്കെ ഓൾറെഡി അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഉണ്ട്, എനിക്കറിയാം. പക്ഷെ എന്നാലും അതിനകത്ത് കുറെ കൂടി വ്യത്യസ്തമായ രീതിയിൽ അങ്ങനെ പല കാര്യങ്ങളും ആ ജെമിനി ഇമേജ് API നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ പല ഐഡിയാസ് വരുന്നുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇനിയുള്ള സമയം ഈ സർവീസ് മേഖലയിലുള്ള കമ്പനികൾ കൂടാതെ ഇതുപോലെയുള്ള കുറെ ഐഡിയകളുമായിട്ട്, പ്രോഡക്റ്റ് ഐഡിയകളുമായിട്ട് കമ്പനികൾ മുന്നോട്ട് വരണം. അപ്പൊ എല്ലാവരും ഈ പഠിച്ചിറങ്ങുന്നവരൊക്കെ ഈ ജോബിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രി കൂടി ഈ നാട്ടിൽ വരേണ്ടതുണ്ട്. അതായത് ഞാൻ ഇപ്പോ ഒരു മൊത്തത്തിലൊരു സർവേ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ ഇത്രയും പ്രബുദ്ധരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ജോബ് നോക്കുന്നുണ്ട്. നല്ല സ്റ്റാർട്ടപ്പുകൾ കുറവാണ്. കൊള്ളാവുന്ന സ്റ്റാർട്ടപ്പുകൾ എല്ലാം ബാംഗ്ലൂരാണ്. ഉണ്ട്, തീർച്ചയായും ഉണ്ട്. പക്ഷെ ഫണ്ടുകളുള്ള കുറെ സ്റ്റാർട്ടപ്പുകളൊക്കെ നമുക്ക് അറിയാം, പക്ഷെ എണ്ണത്തിൽ കുറവാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഈ ജോബിന്റെ പുറകെ പോകുന്നതിന് പകരം ഈ ഒരു സ്റ്റാർട്ടപ്പ് ഇൻഡസ്ട്രി കൂടി ഒന്ന് മുന്നോട്ട് കയറി വരേണ്ടതുണ്ട്. അങ്ങനെ അതായത് ഇപ്പൊ ഈ AI വെച്ചിട്ട് തന്നെ നമുക്ക് പല ഐഡിയാസും ബിൽഡ് ചെയ്യാം. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, നമ്മളിപ്പോ ഫോട്ടോ ജനറേഷൻ മാറ്റി വെക്കാം. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ കൊച്ചിയിൽ നെല്ലിക്ക എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു AI പ്രൊമോഷൻ വീഡിയോ. അതായത് എന്താ പറയുക, ഒരു കൊച്ചി സിറ്റിയിൽ ഒരു മറ്റേ എന്താ പറയുക ഏലിയൻ ഇറങ്ങുന്നു. അതായത് മറ്റേ എന്തായിരുന്നു ഒരു പറക്കുംതളി, ആ പറക്കുംതളി ഇറങ്ങുന്നു. എന്നിട്ട് ഭയങ്കര ഒരു വിഷ്വൽസ് കാര്യങ്ങൾ, അതായത് ഒരു ഹോളിവുഡ് സിനിമ പോലെ ഉണ്ട്. എന്നിട്ട് ലാസ്റ്റ് എന്താ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഏലിയൻസ് വരുന്നത് ഈ നെല്ലിക്ക എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കഞ്ഞി കുടിക്കാനാണ്. അപ്പോൾ അത് അവർ പരസ്യമാണ്. അപ്പോൾ അത് നോർമലി നമ്മളൊരു എന്താ പറയുക റിയലായിട്ടൊരു ഫുട്ടേജ് എടുക്കുകയാണെങ്കിൽ എനിക്കൊന്ന് കോടികളെ ചിലവ് വരും. അപ്പോൾ അതാണ് ഇവർ AI വെച്ചിട്ട് എന്ത് ചെയ്ത് സിമ്പിളായിട്ട് ചെയ്തിട്ട് പ്രൊമോഷൻ ചെയ്തത്. അപ്പോൾ ഞാനും അതേപോലെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും AI വെച്ചിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതിന് ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ജോബായിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് AI ജനറേറ്റഡ് വീഡിയോ എന്നുള്ള രീതിയിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഒരുപാട് കമ്പനികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറൂലേ? അപ്പൊ ആ രീതി. അതെ, പക്ഷെ അങ്ങനെ ഒരു കൂടുതലായിട്ടൊരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സർവീസ് ഇൻഡസ്ട്രിക്ക് പുറമെ ഈ സ്റ്റാർട്ടപ്പ് ഇൻഡസ്ട്രി കൂടി കയറി വരേണ്ടതുണ്ട്. പ്രോഡക്റ്റ് ബേസ്ഡ്. അതെ, തീർച്ചയായും ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് കൂടി കയറി വരേണ്ടതുണ്ട്. ഇപ്പൊ നമുക്ക് വെറുതെ ഇങ്ങനെ പറയാം AI ജോബ് കളയുന്നു കാര്യങ്ങളൊക്കെ പറയാം, പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ വേറൊരു സൈഡിൽ ഇങ്ങനെയുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പ്രോഡക്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് കൂടി മുകളിലേക്ക് കയറി വരേണ്ടതുണ്ട്. അതിനാണ് അപ്പോ അങ്ങനെയുള്ള കമ്പനികളിൽ അതിന് വേണ്ടിയിട്ടുള്ള എഫർട്ട് ഇടാൻ കൂടി ആൾക്കാർ മുന്നോട്ട് വരണം. അപ്പൊ അങ്ങനെ വരുമ്പോ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാവും. അതായത് നമ്മളെ എന്താ പറയാ
ഈ ജോബില്ലാത്ത അവസ്ഥ മാറാനും അതേപോലെ ഇപ്പൊ AI പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്ന ജോലി കളയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സിന്റെ കേസിൽ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള വർക്കുകളിലൊക്കെ ഈ ഡെവലപ്മെന്റിലും മറ്റും നടക്കുന്ന ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള വർക്കുകളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യപ്പെടും പക്ഷെ അപ്പോഴും ഈ പറയുന്ന AI ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോഡക്റ്റിന്റെ ഇന്റഗ്രേഷൻസ് അത് ഉപയോഗിച്ചിട്ടുള്ള ഐഡിയകൾ അവിടെ എല്ലാം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോ അവിടെ എല്ലാം മികച്ച അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രോഡക്ട്സ് എല്ലാം എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്, ഇതെല്ലാം വെബ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോ വെബ് ആപ്ലിക്കേഷൻസിന്റെ പലരും പറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള കാലത്ത് AI ഒക്കെ വന്നു കഴിഞ്ഞാൽ വെബ് ഡെവലപ്മെന്റിന് വലിയ സ്കോപ്പ് ഒന്നും ഉണ്ടാവില്ല, അവിടെ എല്ലാം AI റീപ്ലേസ് ചെയ്യും. അങ്ങനെയല്ല, സിമ്പിൾ ആയിട്ടുള്ള ടാസ്കുകൾ AI ഓട്ടോമേറ്റ് ചെയ്യപ്പെടും. പക്ഷെ ഇങ്ങനെയുള്ള AI ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം വെബ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് ബിൽഡ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ തീർച്ചയായും വെബ് ഡെവലപ്മെന്റിന്റെ ഓപ്പർച്യൂണിറ്റീസ് അവിടെ കൂടുകയാണ്. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് ഇൻഡസ്ട്രി കൂടി ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ കുറെ പേരെല്ലാം ആ ഒരു മേഖലയിലേക്കും പോകണം. മനസ്സിലായി. അതായത് നമ്മൾ ട്രഡീഷണലായിട്ട് കാണുന്ന പോലെ കുറേ സർവീസ് ബേസ്ഡ് കമ്പനികൾ വളർത്തിക്കൊണ്ടുവന്ന് അതിലോട്ട് കുറേ എംപ്ലോയീസിനെ ഹയർ ചെയ്ത് പോകുന്നതിന് പകരം കുറച്ചും കൂടി പ്രൊഡക്റ്റ് ബേസ്ഡ് സ്റ്റാർട്ടപ്പുകൾ ഇവിടെ വളർന്നു വന്നാൽ ആ ഒരു എക്കോസിസ്റ്റം കൂടെ ഇവിടെ ഉയർന്നു വരേണ്ടതുണ്ട്. പക്ഷെ അവിടെയാണ് കേരളത്തിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ കുറച്ച് പിന്നിലായി പോകുന്നത്. ഇപ്പോ ബാംഗ്ലൂരിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്രത്തോളം നല്ല സ്റ്റാർട്ടപ്പുകളുണ്ട്, അത്രത്തോളം നല്ല പ്രോഡക്റ്റ് ഐഡിയകളുണ്ട്, അത്രത്തോളം ഇവിടെ കാണുന്നില്ല. ഇപ്പൊ ഒരുപാട് ഇനീഷ്യേറ്റീവ് സർക്കാർ തന്നെ എടുക്കുന്നുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ട്, സ്റ്റാർട്ടപ്പ് മിഷൻ ഒരുപാട് ഇനിഷ്യേറ്റീവ് അതിൽ എടുക്കുന്നുണ്ട്. അതേപോലെ അതിനുള്ള ഒരു എന്താ പറയുക റിസൾട്ട് കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വളർന്നു വരുന്നുണ്ട്. പക്ഷേ ബാംഗ്ലൂരെ കേസിൽ എനിക്ക് തോന്നുന്നത് ഓൾറെഡി അതൊരു സിലിക്കൺ വാലി എന്നുള്ളൊരു ലേബലിൽ അറിയപ്പെടുന്നതുകൊണ്ട് കുറച്ചും കൂടി എന്താ പറയുക സ്റ്റാർട്ടപ്പുകൾ കൂടുതൽ അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടോന്ന് മേ ബി അതായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വന്നത് ഈ ജോബിൻ്റെ ഇഷ്യൂ ഇതൊക്കെ മാറണമെങ്കിൽ ഈ ഒരു എന്താ പറയുക ആളുകളിലോട്ട് ഈ ഒരു ചിന്തയും കൂടി വന്നു കഴിഞ്ഞാലായിരിക്കും. അതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായി. അതേപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ജോബിൻ്റെ ആണെങ്കിലും സ്റ്റാർട്ടപ്പിൻ്റെ ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അതേപോലെ ജോലി എന്ന് പറയുന്ന സംഭവം ഒരു എന്താ പറയുക നമ്മൾ കാലങ്ങളായിട്ട് എന്താ പറയുക ഒരാളെ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു സമൂഹത്തിലൊരു വില ഇതൊക്കെ വരുന്നൊരു സംഭവമാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഏതാ ജോലി എന്നൊക്കെ ചോദിക്കുന്ന പണ്ട് മുതലേ കണ്ടുവരുന്ന സംഭവമാണ്. അപ്പോൾ ജോലി ഒരു പ്രധാന ഘടകം തന്നെയാണ് പലപ്പോഴും ഈ കേരളത്തിലായിക്കോട്ടെ എങ്ങനെയാണെങ്കിലും. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ജോലി മാത്രമല്ല, ജോലി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് മെയിൻലി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താ പറയുക റവന്യൂ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു പൈസ ഉണ്ടാക്കുക, അതാണല്ലോ ഫസ്റ്റിലത്തെ പർപ്പസ്. അപ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കാൻ ശരിക്കും ജോലി മാത്രമല്ല, ഒരുപാട് ബിസിനസ് ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് സോഴ്സ് ഉണ്ട്. അതായത് മൾട്ടിപ്പിൾ സോഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ജോലിനെ മാത്രം സമീപിക്കുന്നതിന് പറ്റി എന്താ അഭിപ്രായം? വേറെ ഒരുപാട് സോഴ്സ് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. അപ്പോൾ അല്ല, അതിന് ആരെയും കുറ്റം പറയാനാവില്ല. കാരണം നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ജോബ് അന്വേഷിക്കുന്നവരെ വളർത്തിക്കൊണ്ട് വരുന്ന രീതിയിലാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം പോകുന്നത്. അല്ലാതെ ഇപ്പോ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് അങ്ങനെയുള്ളവരെ വളർത്തിക്കൊണ്ട രീതിയിലല്ല ഇപ്പൊ കറന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ജോബ് അന്വേഷിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. പക്ഷെ എന്നാലും നിങ്ങളിപ്പോൾ ഒരുപാട് കാലമായിട്ട് ഫുൾ ടൈം ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ജോബ് അല്ലെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലയുണ്ട്. അതിലൊന്നാണ് ഫ്രീലാൻസ്. ഫ്രീലാൻസിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഒരു ഫ്രീലാൻസ് ഡെവലപ്പറായി നോക്കിയിട്ടുണ്ട്. അതായത് സൈഡായിട്ടാണ് ഒരു ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ. പക്ഷേ എനിക്ക് ഫ്രീലാൻസിലോട്ട് ഇറങ്ങിയ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് നമ്മളൊരു ക്ലയൻറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും അതേപോലെ ഈ ക്ലയൻസിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്താ പറയുക കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്നതിലും ഒക്കെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ബ്ലോഗ്, അതായത് നിങ്ങളൊരു എങ്ങനെ ഫ്രീലാൻസർ ആവാന്നുള്ളൊരു ബ്ലോഗൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാനത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അതായത് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫ്രീലാൻസറായിട്ട് മാറാന്നുള്ളതിനെ പറ്റി ഒരു ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത ഒരു ഫേസ് പറയാം. ഓക്കെ വേറൊരാളെ കേസിൽ ഫ്രീലാൻസിലോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, ആ ഒരു ഫേസ് പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 10 വർഷത്തോളം പല IT കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ
നോർമലി ആളുകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുമ്പോൾ പലർക്കും ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് ആയിരിക്കും. ഒട്ടുമിക്ക ആളുകളും കമ്പനിയും വീടുമായിട്ട് ജീവിച്ചു പോകുന്നവരായിരിക്കും. അതായത് കംഫർട്ട് സോൺ, ആ ഒരു കംഫർട്ട് സോണിനകത്ത് ജീവിക്കുന്നതായിരിക്കും. പക്ഷെ ഇവിടെ ഞാൻ മറ്റ് വേറെ പല ഇനീഷ്യേറ്റീവ്സും ആ സമയത്ത് എടുത്തിട്ടുണ്ട്. അത് പിന്നീട് വർക്കൗട്ട് ആവുമായിരുന്നു. അതായത് ഇപ്പൊ ഞാൻ ഇപ്പോ ഒരു 2013-ലും 15-ലും ഇവിടെ എൻഡയമെൻഷൻസ് എന്നുള്ളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി ഇവിടെ ഈ കൊച്ചിനെ ബേസ് ചെയ്തിട്ട് പല ഡെവലപ്പർ കമ്മ്യൂണിറ്റികളിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഈ ഫ്രണ്ട് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി, ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ ഈ കൊച്ചിയിൽ ഉണ്ടായിരുന്നു, കേരള ജയസ്. അതിപ്പോഴും ഉണ്ട്. അപ്പൊ ആ സമയത്ത് ആ ഒരു കമ്മ്യൂണിറ്റി എന്റെ പേരിൽ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അവിടെയൊക്കെ ഞാൻ ഒത്തിരി പോയി ഇൻവോൾവ് ആയി. അപ്പോ അവരുടെ ആ ഒരു റെപ്രസെന്റേറ്റീവ്സിനെ, അവരുടെ റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരാൾ നമ്മുടെ എൻട്രി ആപ്പ് ഉണ്ടല്ലോ, എൻട്രി ആപ്പിന്റെ CEO രാഹുൽ രമേശ് ആയിരുന്നു. പുള്ളി അന്ന് പഠിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ, പുള്ളി അന്ന് കമ്പനി ഒന്നും തുടങ്ങിയിട്ടില്ല. പുള്ളി അന്ന് ചെറിയ സ്റ്റാർട്ടപ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന എൻഡയമെൻഷൻസ് ഉള്ള കമ്പനിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് നമ്മളവിടെ പരിചയപ്പെടുത്തി. അവിടെ വെച്ചൊന്നും നമ്മളൊരു ഇവന്റ് നടത്തി. അവർക്ക് എല്ലാ മാസവും ഒരു കമ്മ്യൂണിറ്റി ബേസ് ആയിട്ടുള്ള ഇവന്റ് ഉണ്ടായിരുന്നു. പല കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് ഒന്ന് കൂടും, അവരുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. കൊച്ചിയിൽ വേറെയും പല കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. റൂബി ഡെവലപ്പേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, പൈത്തൺ ഡെവലപ്പേഴ്സിന്റെ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ ഒത്തിരി ഇൻവോൾവ് ആയി. വീക്കെൻഡുകളിലെല്ലാം അവിടെ പോവുക മാത്രമല്ല, ഞാൻ പല സെഷൻസും കണ്ടക്ട് ചെയ്തു. അപ്പൊ ഈ സെഷൻസും മറ്റോ കണ്ടക്ട് ചെയ്യാനൊക്കെ ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ സ്വാഭാവികമായും ആളുകളുടെ ശ്രദ്ധ നമ്മളിലേക്ക് വരികയാണ്. അങ്ങനെ എനിക്ക് ഒത്തിരി കണക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആളുകളൊക്കെ മറ്റ് പല രാജ്യങ്ങളിലും ജോലി കിട്ടി, അവരെല്ലാം മറ്റു രാജ്യങ്ങളിലേക്ക് പോയി. ഇതിനു വേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കാൻ ആരുമില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം. ഇപ്പോ ഇങ്ങനെയുള്ള മീറ്റപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു നല്ല കമ്മ്യൂണിറ്റി. അപ്പൊ എനിക്ക് വിഷമം വന്നപ്പോ ഞാൻ തന്നെ പിന്നെ ഇനീഷ്യേറ്റീവ് തുടങ്ങാൻ തുടങ്ങി. ഞാൻ തന്നെ ഈ ജാവാസ്ക്രിപ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ഞാൻ തന്നെ മന്ത്ലി മീറ്റപ്പുകൾ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് അന്ന് മുതലേ ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ ഇപ്പൊ 3000-ഓളം മെമ്പേഴ്സ് ഉണ്ട്. പൈത്തൺ കമ്മ്യൂണിറ്റിയിലാണ് 5000-ഓളം മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ അതിനകത്ത് മന്ത്ലി മീറ്റപ്പുകളൊക്കെ ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അതിനുശേഷം ഇൻഫോ പാർക്കിലും മറ്റുമായിട്ട് ഒരു 10-30-40 കമ്പനികളിലെങ്കിലും ഇന്ന് വരെ മീറ്റപ്പുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. പല കമ്പനികളിലും മാറി ഇവന്റുകൾ കണ്ടക്ട് ചെയ്തു. സ്വാഭാവികമായും നമുക്ക് കൂടുതൽ കണക്ഷൻസ് വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരുമാതിരിപ്പെട്ട കമ്പനികളിൽ ടെക്കി ആയിട്ടുള്ള കുറെ ആളുകളൊക്കെ എന്നെ പരിചയം ഉണ്ടെന്നുള്ള അവസ്ഥയും. എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയും. പക്ഷെ ഇതൊന്നും ഫ്രീലാൻസ് തുടങ്ങണമെന്നോ അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റിൽ ചെയ്തല്ല, ഒരു ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്താ. അങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്തു. പക്ഷെ ആ സമയത്തൊന്നും ഈ ഫ്രീലാൻസിംഗ് എന്നുള്ളത് മനസ്സിൽ പോലും ഇല്ല. അന്നൊക്കെ ശരിക്കും ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് ആയിരുന്നു. അതായത് നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് ഫാമിലി ഉണ്ട്, വൈഫുണ്ട്, കുട്ടികളുണ്ട്, ഫാമിലി ഉണ്ട്, നമ്മളാണ് മെയിൻ ആയിട്ടുള്ള ഏർണിംഗ് മെമ്പർ. ഏർണിംഗ് മെമ്പർ തന്നെ നമ്മളാണ്. അപ്പൊ നമുക്ക് മന്ത്ലി സാലറി ഉണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ. അപ്പൊ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക, ശമ്പളം വാങ്ങുക, ആ ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് മാത്രം അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഫ്രീലാൻസിങ് വർക്ക്ഔട്ട് ആവുന്ന എനിക്കൊരു രൂപം ഉണ്ടായിരുന്നില്ല. പിന്നീട് അതിനുശേഷം 2017 ഒരു ചെറിയൊരു ബ്രേക്ക് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ ഞാൻ കണ്ട കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോഴേക്ക് ഞാൻ ഒത്തിരി നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. റഫറൻസുകൾ ഒരുപാടുണ്ട്. ഫ്രീലാൻസിങ് ഞാൻ തുടങ്ങുകയാണ്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ കണ്ടപ്പോ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വർക്കുകൾ ആദ്യം മുതൽ തന്നെ സ്മൂത്ത് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തുടക്കം മുതൽ തന്നെ നന്നായിട്ട് പോയി. പിന്നെ പതുക്കെ എന്റെ ആ ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് ഒക്കെ നഷ്ടപ്പെട്ടു. ഞാൻ നോക്കിയപ്പോ ഒത്തിരി പ്രോജക്ട്സ് ഒത്തിരി വരുന്നുണ്ട്, എന്നെ കണക്ട് ചെയ്യാനും ആളുണ്ട്. അപ്പോ ആദ്യത്തെ വർഷമൊക്കെ പ്യൂർലി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സർവീസ് തന്നെയായിരുന്നു പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ വർക്കുകൾ ഒത്തിരി വരുന്നുണ്ട്. പതുക്കെ ആ ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് എന്റെ മനസ്സിൽ നിന്ന് പോയി. പിന്നെ മൊത്തത്തില് ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ആയി മാറി. അത് മാറി. പിന്നെ ഈ 2019 വന്നപ്പോഴാണ് ഈ ഡെവലപ്മെന്റിന്റെ ഒപ്പം ഈ ട്രെയിനിങ്ങും കൂടെ സൈഡായിട്ട്, ഫ്രീലാൻസിംഗ് സൈഡായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്നു, സ്വന്തമായിട്ട് പഠിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോ എന്റെ സ്റ്റുഡൻസിന് ജോബ് ആവശ്യമുണ്ട്. എനിക്ക് ആ മൈൻഡ് സെറ്റ് പോയി. അപ്പൊ സ്റ്റുഡൻസിന് ജോബ് ആവശ്യമുള്ളപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്.
അതായത് എന്താ പറയുക, നോർമലി ഒരു പ്രൊജക്റ്റ് എടുത്ത് തുടങ്ങി അതിനുശേഷം ഫ്രീലാൻസിൻ്റെ ഒരു എന്താ പറയുക വൈഡ് ടോപ്പിക്കിലോട്ട് കടന്നു. അതായത് പൂർണ്ണമായും പിന്നെ ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് ആയി. അപ്പൊ നമുക്ക് ഒരു എംപ്ലോയർ എന്നുള്ള ഇത് എംപ്ലോയി മൈൻഡ് സെറ്റ് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ നമുക്ക് സത്യത്തിൽ ഇനി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു പറ്റുമെന്ന് തോന്നുന്നില്ല. ആ ഒരു മൈൻഡ് സെറ്റ് നഷ്ടപ്പെട്ടു. പക്ഷെ ചില കേസിൽ ഞാനത് തയ്യാറാവും. ഒറ്റ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കേസ് ഇതാണ്, നല്ല നല്ല പ്രോഡക്റ്റ് ഐഡിയാസ് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളിൽ അത്രയും ഒരു ഹൈ പൊസിഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ഐഡിയ ഒരു ഹിറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു ഐഡിയ ആണെങ്കിൽ, അതായത് ഫ്യൂച്ചറിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഐഡിയ ആണെങ്കിൽ, ഓക്കെ മനസ്സിലായി, അങ്ങനെയുള്ള ഐഡിയകൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനാണെങ്കിൽ ചില കേസുകളിൽ ഞാൻ എംപ്ലോയി ആവാൻ തയ്യാറായേക്കാം. പക്ഷെ ആ ഐഡിയകളോടാണ് എനിക്ക് അട്രാക്ഷൻ. കമ്പനിയുടെ ആ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെടണം. അല്ലാതെയുള്ള എംപ്ലോയി മൈൻഡ് സെറ്റ് ഒക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഇനി തിരിച്ചു പോകാന്നുള്ളൊരു ഇത്. അതെ. അപ്പൊ ആ സമയം മുതൽ തന്നെ ഈ 2019 മുതൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോ ആ സമയത്ത് ഇപ്പൊ ലൂമിനാറാണ് എന്നെ ആദ്യമായിട്ട് പഠിപ്പിക്കാനായിട്ട് വിളിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് 2 ബാച്ച് പഠിപ്പിച്ചു. അപ്പൊ അന്നേരം എന്റെ മനസ്സ് പൂർണ്ണമായും ബിസിനസ് മൈൻഡ് സെറ്റ് ആണ്. എന്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു ട്രെയിനിങ് സെന്റർ എന്നാണ് എന്റെ മനസ്സിൽ. പക്ഷെ ഞാനത് ഒരിക്കലും തുടങ്ങിയില്ല. കാരണം 2 ബാച്ച് പഠിപ്പിച്ചപ്പോ തന്നെ ഇതിന്റെ മാർക്കറ്റും കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു 10-25 സ്റ്റുഡൻസ് ഉള്ള ഒരു ബാച്ച് തുടങ്ങി കഴിഞ്ഞാൽ 4-5 പേര് മാത്രമേ എഫർട്ട് ഇട്ട് നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക് ഒരു എഫർട്ട് ഇട്ട് നമ്മുടെ വഴിയിലേക്ക് വരികയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഫീസ് അടച്ച് അവിടെ കുത്തി. അതെ, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ മാർക്കറ്റ് വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോ സ്വന്തമായിട്ടൊരു ട്രഡീഷണൽ സെന്റർ തുടങ്ങുക എന്നുള്ള ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക എന്നുള്ളത് പിന്നെ അത് ശരിയാവില്ല എന്ന് മനസ്സിലായി. അതിന് മുൻപും പല കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യത്തെ വർഷമൊക്കെ പ്യൂർലി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് തന്നെയായിരുന്നു. അപ്പൊ ഒത്തിരി പ്രോജക്ട്സ് വരുന്നുണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ അപ്പുറം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ സമയത്തൊക്കെ കൂടുതൽ വരുന്ന വർക്കുകൾ മറ്റ് കമ്പനികളിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുക. പക്ഷെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ അവിടെ എല്ലാം സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന വർക്കുകളെല്ലാം നന്നായിട്ട് പോയി. മറ്റ് കമ്പനികളിലേക്കും അല്ലെങ്കിൽ മറ്റു ഡെവലപ്പേഴ്സിനും കൊടുക്കുന്ന വർക്കുകളെല്ലാം ചില സമയത്ത് നല്ല രീതിയിൽ ചെയ്ത് കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഒരു ഫ്രീലാൻസർ എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഒരു എഫർട്ട് ഇടുമ്പോൾ, ഒരു കമ്പനി ആക്കാനോ അങ്ങനെ എന്തെങ്കിലും മാനേജ്മെന്റ് ലെവലിലേക്ക് അവിടെ എല്ലാം പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായി. അതാണ് പിന്നെ ആ ഒരു ലെവലിലേക്ക് പോവാണ്ടിരുന്നത്. പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മളെ റെഫർ ചെയ്യാനായിട്ടുള്ള ആളുകളാണ്. നമ്മുടെ നെറ്റ്വർക്ക് അത്രയും സ്ട്രോങ് ആയിരിക്കണം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫ്രീലാൻസിലായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നെറ്റ്വർക്കിംഗിലാണ്, അല്ലേ? ഇപ്പൊ പല പുസ്തകങ്ങളും മോട്ടിവേഷണൽ സ്പീക്കേഴ്സും എല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ വായിച്ചൊരു പുസ്തകമുണ്ട്, ഇപ്പൊ റിച്ച് ഡാഡ് പുവർ ഡാഡ്, ഞാൻ പുള്ളിയുടെ ഒരു ഫാനാണ്. അപ്പൊ അതിനകത്ത് എന്താണ് പറയുന്നത്, അതായത് ലോകത്ത് ഒട്ടുമിക്ക ആളുകളും ജോലി ചെയ്യാനായിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. റിച്ച് ആയിട്ടുള്ള ആളുകൾ നെറ്റ്വർക്ക് ഗ്രോ ചെയ്യുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നു. ബാക്കിയുള്ള ആൾക്കാർ ശമ്പളത്തിന് വേണ്ടി പണിയെടുക്കുന്നു. അങ്ങനെ ഒരു കോട്ട അതിനകത്തൊക്കെ വരുന്നുണ്ട്. അതായത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നെറ്റ്വർക്ക് ചെയ്യാനുള്ള കഴിവാണ്. അതൊരു എന്റർപ്രനറിനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസറിനായിക്കോട്ടെ, സ്വന്തമായിട്ട് എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് എടുക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നെറ്റ്വർക്ക് ചെയ്യാനുള്ള കഴിവാണ്. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോ ഞാൻ എന്ന് പറഞ്ഞത് വേറൊരു സൈഡും കൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ 10 വർഷത്തോളം പല IT കമ്പനികളിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഫ്രീലാൻസിലേക്ക് വന്നത്. പക്ഷെ ഇപ്പോഴും ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചോദ്യമാണത്, എങ്ങനെ ഫ്രീലാൻസർ ആവാം. പക്ഷെ ഞാൻ ഇവിടെ ഇത് പ്രൂവ് ചെയ്തിരിക്കുന്നത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോ ആളുകൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവര് പ്രധാനമായിട്ട് എൻ്റെ അടുത്തേക്ക് അട്രാക്റ്റഡ് ആവുന്ന എന്താണ്, ഞാൻ ഇത്രയും വർഷം വർക്ക് ചെയ്യുന്നുണ്ട്, ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയും പോർട്ട്ഫോളിയോ ഒക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ എൻ്റെ ഒരു ടെക്നിക്കൽ സ്കില്ലും എക്സ്പീരിയൻസും കണ്ടിട്ടാണ് എൻ്റെ അടുത്തേക്ക് ആളുകൾ വരുന്നത്. പക്ഷെ
ഒരുപാട് ഫ്രഷേഴ്സ് ഇപ്പൊ ബ്രോട്ടോ ടൈപ്പിലായിക്കോട്ടെ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് പേരെടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഫ്രീലാൻസർ ആവാന്ന്. സത്യത്തിൽ അവിടെ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. കാരണം അതായത് ഒരു ഫ്രഷർ ഈ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രീലാൻസിലേക്ക് വരണ്ട എന്ന് ഞാൻ പറയില്ല. പക്ഷേ അത് ഞാൻ പ്രൂവ് ചെയ്തിട്ടില്ല. അതിനു വേണ്ടി എന്താണ് സജസ്റ്റ് ചെയ്യേണ്ടതെന്ന് സത്യത്തിൽ ഞാൻ ഇപ്പോഴും കൺഫ്യൂസ്ഡ്. അതായത് സിമ്പിൾ ആയിട്ട് പറയുന്നത് എല്ലാവർക്കും ഇതിലോട്ട് വരാനുള്ള ഒരു മെത്തേഡ് നമുക്കറിയാം. ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് ഡെവലപ്പർ ഒത്തിരി നെറ്റ്വർക്കുകളും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫേസിൽ എത്തിക്കഴിഞ്ഞാൽ തുടങ്ങാം. അത് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പഠിച്ചിറങ്ങുന്ന ഒരു സ്റ്റുഡന്റ് തുടങ്ങിയിട്ടുണ്ടാവാം, തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കുകയും ചെയ്തേക്കാം. പക്ഷെ അവിടെ അഡ്വൈസ് തരാനായിട്ട് ഞാനത് പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ സത്യത്തിൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവിടെ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. അതായത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്താൽ മേ ബി ചെയ്യാൻ പറ്റുമെന്ന് പറയാം. പക്ഷേ അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഡെവലപ്പർ എങ്ങനെ ഇതിലേക്ക് വരാം എന്നുള്ളതാണ് ഞാൻ പ്രൂവ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി. ഒരു തുടക്കക്കാരൻ എങ്ങനെ വരാമെന്നുള്ളത് ഞാൻ പ്രൂവ് ചെയ്തിട്ടില്ല. ഓക്കെ, അതിൽ മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് നിങ്ങളിപ്പോൾ ഓൾറെഡി ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളെ അടുത്തോട്ട് വരുന്ന ക്ലയൻസിന് ഒരു ട്രസ്റ്റ് അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതെ, ഒരു ഫ്രഷറിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ നെറ്റ്വർക്ക് ഒന്നും ബിൽഡ് ചെയ്തിട്ടില്ല, പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ടില്ല, അധികം പ്രോജക്ട്സ് ഒന്നും ചെയ്തിട്ടില്ല, വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ ക്ലയന്റ് എന്തിനാ അവിടെ വരണം എന്നുള്ളൊരു ചാലഞ്ച് അവിടെ വരുന്നുണ്ട്. ആ ചാലഞ്ച് എങ്ങനെ ഡീൽ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പ്രൂവ് ചെയ്യാത്തത്. ഞാനിതെല്ലാം ഓൾറെഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് അപ്പൊ ഫേസ് ചെയ്ത ചാലഞ്ച് ഇവിടെ ഡിഫറെന്റ് ആണ്. ഇതില് ഫ്രീലാൻസിംഗിൽ ഒരു ഫ്രഷർ ഫേസ് ചെയ്ത ചാലഞ്ചും ഞാൻ ഫേസ് ചെയ്ത ചാലഞ്ചും ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഇനി ഇപ്പൊ നിങ്ങളിപ്പോ അഡ്വൈസ് കൊടുക്കുകയാണെങ്കിലും ആ രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റൂ. കാരണം നിങ്ങൾ ചാലഞ്ച് ഷുവറായിട്ടും നിങ്ങൾ ചാലഞ്ച് ചെയ്ത ഇഷ്യൂസ് ആയിരിക്കില്ല ചിലപ്പോൾ മറ്റവർ ഫേസ് ചെയ്യുന്നത്. പക്ഷെ എന്തായാലും കോമൺ ആയിട്ട് നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. അതായത് ഒന്ന്, നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളൊരു എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രൊജക്റ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു പോർട്ട്ഫോളിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത്, അതേപോലെ നെറ്റ്വർക്ക്. ആ രണ്ട് കാര്യങ്ങൾ എന്തായാലും ഈ ഫ്രീലാൻസിങ്ങിൽ മസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അല്ലേ? അതെ, രണ്ട് രീതിയിൽ ഫ്രീലാൻസിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ റഫറൻസ് വഴി വർക്ക് എടുക്കുന്നവരുണ്ട്, നെറ്റ്വർക്ക് വഴി. അതാണ് ഏറ്റവും നല്ലത്. അതല്ലാതെ വേറൊരു വഴിയുണ്ട്, ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. മറ്റേത് ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ്, ഓൺലൈൻ ബിൽഡിംഗ് ആണ്. ഇപ്പൊ ഈ അപ്വർക്ക് പോലെയുള്ള വെബ്സൈറ്റുകളുണ്ട്, ഫ്രീലാൻസേഴ്സിന് വർക്ക് കൊടുക്കുന്ന പ്ലാറ്റ്ഫോംസ്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണമെങ്കിൽ ഫ്രഷേഴ്സിന് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന്റെ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് നമ്മളൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് വരാനായിട്ട് ഒത്തിരി സമയമെടുക്കും. നമ്മൾ അതിനകത്തൊരു കുറെ ക്ലയൻസിനെ നമുക്കതിനകത്ത് അതിനുവേണ്ടി നമ്മൾ ഒരു അത്യാവശ്യം നല്ലൊരു ലോങ് ടേമിൽ നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട്. റേറ്റിംഗ് സിസ്റ്റം. അതെ, അതായത് അതിനകത്ത് നമ്മളൊരു പർട്ടിക്കുലർ റേറ്റിംഗ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതൊക്കെ ഒരുപാട് സമയമെടുക്കുന്ന കാര്യമാണ്. പക്ഷെ എനിക്കിവിടെ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ട്. എനിക്ക് വൈഫുണ്ട്, കുട്ടികളുണ്ട്, അവരുടെ മന്ത്ലി എക്സ്പെൻസസ് ഒക്കെ കൃത്യമായി നടന്നു പോകണം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനു വേണ്ടി കുറെ കാലം എഫർട്ട് ഇടാനൊന്നും സമയമില്ല. അപ്പൊ എനിക്ക് അവിടെ വർക്ക്ഔട്ട് ആയത് നെറ്റ്വർക്കിംഗ് ആണ്. നെറ്റ്വർക്കിംഗ് ആകുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഓൺലൈൻ നമ്മളിപ്പോൾ അപ്വർക്ക് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറേ കാലം നമ്മൾ ഈ പറയുന്ന പോലെ റേറ്റിംഗ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകേണ്ടതുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരുപാട് എഫർട്ട് ഇടേണ്ടതുണ്ട്. അപ്പൊ അതൊക്കെ സമയമെടുക്കുന്ന കാര്യങ്ങളാണ്. ഒരു വർഷത്തോളം നമ്മൾ നല്ലൊരു എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇൻകം അതിൽ നിന്ന് ഉണ്ടായി തുടങ്ങുകയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഫ്രഷേഴ്സിനൊക്കെ വേണമെങ്കിൽ ആ ചാലഞ്ച് നോക്കാം. പക്ഷെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. മനസ്സിലായി. പക്ഷേ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പേജൊക്കെ ശ്രദ്ധിച്ച സമയത്ത് എനിക്ക് തോന്നിയത് ഈ പേഴ്സണൽ ഫിനാൻസ് അതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക സംസാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ഈ ജോബ് എന്ന് പറയുമ്പം ഒരു ഒറ്റ ഇൻകം സോഴ്സാണ്. അതായത് ഒറ്റ സോഴ്സ് മാത്രമേ നമുക്ക് എന്താ പറയുക പൈസ ഏൺ ചെയ്യാനുള്ളൂ. അതേപോലെ ഫ്രീലാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മൾട്ടിപ്പിൾ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക ഫ്രീലാൻസിൻ്റെ ഡിഫറെൻറ്റ് പാർട്ട് ഉണ്ട്. അതായത് ഇപ്പോൾ കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും, അതേപോലെ പ്രൊജക്റ്റ് എടുക്കും, അതേപോലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകും, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഒരു എംപ്ലോയർ എന്നുള്ള നിലയിൽ
ഒറ്റ സോഴ്സ് മാത്രം ഇപ്പോൾ ഫ്രീലാൻസേഴ്സിലോട്ട് കടന്നപ്പോൾ മൾട്ടിപ്പിൾ സോഴ്സും ആയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താ അഭിപ്രായം നിങ്ങൾക്ക്? അതായത് മൾട്ടിപ്പിൾ സോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ ഫ്രീലാൻസിങ് തുടങ്ങിയപ്പോൾ പല ആൾക്കാരും പറഞ്ഞ പല ഒപ്പീനിയൻസ് ഉണ്ട്. പല ആൾക്കാരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജോബ് വളരെ സെക്യൂർ ആണ് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. ജോബ് വളരെ സെക്യൂർ ആണ്, അത് സ്റ്റേബിൾ ആണ്. ഫ്രീലാൻസിങ്ങിന് റിസ്ക് കൂടുതലാണ്. പക്ഷെ അത് സത്യത്തിൽ തെറ്റാണ്. സത്യത്തിൽ ജോബ് സത്യത്തിൽ സെക്യൂർ ആണോ, സ്റ്റേബിൾ ആണോ? സത്യത്തിൽ അവിടെ റിസ്ക് കൂടുതലുണ്ട്. കാരണം ഇപ്പോൾ ജോബ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസോ മറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ശമ്പളം ഹോൾഡ് ചെയ്ത് വെക്കാം. റിസ്ക് ഉണ്ട് ഉറപ്പായിട്ടും. നമ്മളൊരു സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു റിസ്ക് വരുന്നുണ്ടോ? ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ പല കമ്പനികളിലും വരുന്നതാണ്. സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനികളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും MNC-കളിലും മറ്റേ TCS അതുപോലുള്ള കമ്പനികളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഇത് പിരിച്ചുവിടലുകളും കാര്യങ്ങളൊക്കെ വരുന്ന അങ്ങനെ വാർത്തകളൊക്കെ നമ്മൾ സത്യത്തിൽ ജോബ് എന്ന് പറയുന്നത് അത്രത്തോളം സെക്യൂർ ആണെന്നോ സ്റ്റേബിൾ ആണെന്നോ പറയാൻ പറ്റില്ല. ഫ്രീലാൻസിങ്ങിൽ എൻ്റെ അഭിപ്രായം ഫ്രീലാൻസിങ്ങിൽ കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നാണ് ഞാൻ പ്രൂവ് ചെയ്തിരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മളൊരു പ്രൊജക്ട് ചെയ്താൽ എന്തായാലും അതിന്റെ AMC അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളെ അണ്ടറിലായിരിക്കും. ഒന്നാമത് ഫ്രീലാൻസിങ്ങിന് എനിക്കുള്ളത് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന 4 സർവീസാണ്. ഒന്നെന്ന് പറയുന്നത് ഞാൻ പല ക്ലയൻസിന് വേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട് ലോക്കലി ആൻഡ് അബ്രോഡ്. രണ്ടാമത് ഞാൻ പറഞ്ഞു അബ്രോഡുള്ള പല പ്രൊഫഷണൽസിനും ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് വെബ് ഡെവലപ്മെന്റ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, കോളേജുകളിൽ വർക്ക്ഷോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്ലേസ്മെന്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പല കമ്പനികളിൽ റിക്രൂട്ട്മെന്റ് വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പല എഞ്ചിനീയറിംഗ് കോളേജിലും വിസിറ്റ് ചെയ്തു. അവിടെയൊക്കെ ഞാൻ പ്ലേസ്മെന്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ സർവീസ് ട്രെയിനിങ്. മൂന്നാമത്തെ സർവീസ് ഞാൻ പല കമ്പനികൾക്കും പ്രോട്ടോടൈപ്പ് അടക്കം, താങ്കൾ നേരത്തെ പറഞ്ഞ പ്രോട്ടോടൈപ്പ് അടക്കം, ആ ഒരു എജ്യൂടെക് സ്ഥാപനം അടക്കം പല കമ്പനികൾക്ക് ഞാൻ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഫ്രീലാൻസ് കൺസൾട്ടന്റ് ആയിട്ട്. അതുണ്ട്. നാലാമത്തേത് ഞാൻ അവസാനമായിട്ട് പറഞ്ഞത്, ഞാൻ പല കമ്പനികൾക്ക് വേണ്ടിയും ഡെവലപ്പേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യാറുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 സർവീസും കൂടെ ആകുമ്പോൾ ഇതെല്ലാം മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഇനി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മാത്രമായിട്ട് എടുക്കാം. ഞാൻ വർക്ക് ചെയ്യുന്നത് പല ക്ലയൻസിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ താങ്കൾ നേരത്തെ ഒരു പേയ്മെന്റിന്റെ ഒരു ഇഷ്യൂ പറഞ്ഞു. സത്യത്തിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല ഫ്രീലാൻസിങ്ങിൽ. കാരണം ഒരു ക്ലയന്റ് നമുക്ക് ഒരു വർക്ക് ഏൽപ്പിക്കുമ്പോൾ അത് ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്തുകൊണ്ട് ഒരു ക്ലയന്റ് നമുക്ക് തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റും ടൈമും ഒക്കെ വേസ്റ്റ് ചെയ്ത് കളയണം? അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ട് ആ ഒരു പ്രോജക്റ്റ് നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടി കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിരിക്കും, സമയത്തിന് പേയ്മെന്റ് ഒക്കെ തന്ന് എടുക്കാനാണ് ബഹുഭൂരിപക്ഷം ക്ലയൻസ് ശ്രമിക്കുന്നത്. പിന്നെ വല്ല ഞാൻ 90% ക്ലയൻസും ആ ഒരു കാറ്റഗറിയാണ്. 10% കാറ്റഗറി പേയ്മെന്റ് ഇഷ്യൂ ഒക്കെ വരുന്നുള്ളൂ. പക്ഷെ അവിടെയും ഞാൻ പല ക്ലയൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ക്ലയന്റും കൈമലർത്തിയാലും അടുത്ത ക്ലയന്റ് ഉണ്ട്. അവിടെ എല്ലാം മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ആണ് വരുന്നത്. പിന്നെ ഈ പറയുന്ന സർവീസുകൾ തന്നെ പലതും. പക്ഷെ ഇവിടെ വേറൊരു കാര്യം, എനിക്കുള്ളത് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ആണ്. അതൊക്കെ ജോബിൽ അവിടെ ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകത്തിന് ഡിപ്പെൻഡ് ചെയ്യണം. ആ ഒരു ഡിഫറൻസ് അവിടെ ഉണ്ട്, ശരിയാണ്. പക്ഷെ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഞാൻ എൻ്റെ പൂർണ്ണമായും എൻ്റെ ടെക്നിക്കൽ സ്കിൽസ് വിറ്റ് ജീവിക്കുന്ന ആളാണ്. ഈ പറയുന്ന 4 സർവീസിന്റെയും ബേസ് എന്ന് പറയുന്ന ടെക് തന്നെയാണ്. സത്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ലൈഫിൽ ഇന്ന് വരെ ടെക് കൊണ്ടല്ലാതെ ഞാൻ 10 പൈസ ഉണ്ടാക്കിയിട്ടില്ല. അതൊരു സത്യമാണ്. എൻ്റെ ഇൻകം സോഴ്സ് എല്ലാം എനിക്ക് ഓർമ്മ വരുന്നില്ല വേറെ ഏതെങ്കിലും രീതിയിൽ ഞാനൊരു ഇൻകം ഉണ്ടാക്കിയതായി. പക്ഷെ ഇപ്പോ വേറെ ചില ആൾ, ഇപ്പൊ താങ്കൾ തന്നെ പറയുന്നുണ്ട്, താങ്കൾ വേറെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലെ? താങ്കൾ പറഞ്ഞിട്ടില്ല, താങ്കൾ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. താങ്കൾ ഇപ്പൊ ഈ ഒരു ബിസിനസ്, എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഇങ്ങനെ ഒരു വീഡിയോ പോഡ്കാസ്റ്റ് സ്വന്തമായി. പക്ഷെ ഐഡിയ ആലോചിച്ചിരിക്കുന്നല്ലാതെ ഞാനൊന്നും തുടങ്ങുന്നില്ല. ഇല്ല, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഇനീഷ്യേറ്റീവുകളൊന്നും എടുത്തിട്ടില്ല. ഇപ്പൊ വേറെ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവാം. പക്ഷെ എന്റെ ഈ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഇത് പൂർണ്ണമായും ടെക്കിനെ ബേസ് ചെയ്തിട്ട് മാത്രം അത് ഉള്ളതാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ അതിലൊരു എന്താ പറയാ ഒരു പാഷന് കണ്ടെത്തി. അപ്പോൾ ആ ഒരു ഫീൽഡിൽ കുറേ കാലം വർക്ക് ചെയ്തു. അപ്പോൾ അതായിട്ട് യൂസ്ഡായി. പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതായത് മൾട്ടിപ്പിൾ ഇൻകം സോഴ്സായിട്ട് ഈ ഫ്രീലാൻസിലോട്ട് ഇറങ്ങിയിട്ട് ഒരുപാട് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കതിൽ എന്താ പറയുക ഒരു അതിൽ നിങ്ങൾക്കൊരു കംഫർട്ട് സോണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് നിങ്ങൾ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അങ്ങനെയാണോ?
ഇതിൽ നിങ്ങൾ അല്ല, അതിന് ഫൗണ്ടേഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത് ഒരു നെറ്റ്വർക്ക്, നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തു, ഫീൽഡിലുള്ളവരുമായി നല്ലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തു എന്നുള്ളതാണ്. അല്ല, ഞാൻ ചോദിച്ചത് അതായത് നിങ്ങൾ ഈ ഒരു ഫ്രീലാൻസറായിട്ട് നിൽക്കുന്നതിൽ ഇപ്പോൾ കംഫർട്ടാണോ, അതായത് നിങ്ങളൊരു കംഫർട്ട് സോൺ ആയിട്ട് തോന്നുന്നുണ്ട് ഇത്? അതെ, കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്റെ മനസ്സിൽ നിന്ന് ആ എംപ്ലോയി മൈൻഡ് സെറ്റ് പൂർണ്ണമായും പോയി കഴിഞ്ഞു. കേസുകളിൽ ഞാൻ റെഡി ആയേക്കാം. എനിക്ക് ആ കമ്പനിയുടെ ഐഡിയ ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ എംപ്ലോയി ആയേക്കാം എന്നുള്ളതല്ലാതെ ഞാനത് വിട്ട് കളഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫ്രീലാൻസർ, ഞാൻ പൂർണ്ണമായ ഒരു ബിസിനസ് മൈൻഡ് സെറ്റിൽ ചിന്തിക്കുകയും അങ്ങനെയുള്ള ഐഡിയകളെ കുറിച്ച് സംസാരിക്കാനും മറ്റുമൊക്കെ ഇഷ്ടപ്പെടുകയും ഗ്രോ ചെയ്തു പോകാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ലെവലിൽ ഒരു സെൽഫ് എംപ്ലോയ്ഡ് എന്നുള്ള രീതിയിൽ ഞാൻ നല്ലൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ടാർഗറ്റുകൾ തന്നെയാണ് അടുത്ത വർഷങ്ങളിൽ ഞാൻ സ്വയം കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മേഖലയിൽ തന്നെ ഫോക്കസ് ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ, നമ്മളിപ്പോൾ ജോബിനെ കുറിച്ചും അതേപോലെ ഫ്രീലാൻസിനെ കുറിച്ചും പിന്നെ മൾട്ടിപ്പിൾ സോഴ്സ് ഇൻകത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് ഈ ബിസിനസ്സിൻ്റെ കേസിൽ ഒരുപാട് പേര് എന്താ പറയുക, ഈ $1 million അല്ലെങ്കിൽ മില്യൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് എൻ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ബിസിനസ്സുകാരനായാലും മാത്രം എന്ത് ചെയ്യാം, നമുക്ക് $1 million ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തോട്ടുണ്ട് പലർക്കും ഉണ്ടത്. പക്ഷേ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ സാലറി പ്രൊവൈഡ് ചെയ്യുന്നൊരു മേഖലയാണല്ലോ IT. അങ്ങനെ ഒരുപാട് ഫീൽഡ് ഉണ്ട്. അതായത് ജോബ് ചെയ്തിട്ട് തന്നെ ബില്യൺസൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ ലോകത്തുണ്ട്. അപ്പോൾ മില്യൺസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ബിസിനസ്സിലോട്ട് കയറണോ, അല്ലെങ്കിൽ ഒരുപാട് ജോബുകൾ ബില്യൺസൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ലോകത്തുണ്ട്. അപ്പോൾ അതിലോട്ട് ഫോക്കസ് ചെയ്യണോ അല്ലെങ്കിൽ ബിസിനസ് മാത്രമാണോ? അങ്ങനെ ഒരു ചിന്ത തെറ്റല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല, അത് ഓരോരുത്തരുടെ ആ ഒരു ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓരോരുത്തരുടെ ഇഷ്ടവും കാഴ്ചപ്പാടുകളും അതനുസരിച്ചിരിക്കും. ഓരോരുത്തരുടെ താല്പര്യങ്ങൾ അനുസരിച്ചിരിക്കും. ഒരു എംപ്ലോയ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് പോകണോ, അതോ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യണോ എന്നുള്ളത് അത് ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ചുറ്റുപാടുകളും കാര്യങ്ങളും താല്പര്യങ്ങളും അനുസരിച്ചിരിക്കും. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെവലപ്പിംഗ് എക്കണോമി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വേണ്ടത് സ്വന്തമായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ബിസിനസ് ചെയ്യാൻ മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോ മില്യണേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഇപ്പോ ശമ്പളം വാങ്ങുന്നവരും കാണും. കുറച്ചും കൂടെ ഒരു ഹയർ ബില്യണേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള ഒരു 75% ആളുകളും എന്റർപ്രനേഴ്സ് ആണ്. പിന്നെ ഒരു 15-16% ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു 4-5-6% ഈ ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. ഹോളിവുഡിലും അപ്പൊ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലും ബോളിവുഡിലും ഇപ്പൊ അമിതാഭ് ബച്ചനൊക്കെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഒരു വിരലുണ്ടാവുന്ന ഒരു 3-4% പേര് സ്പോർട്സ് പേഴ്സൺസ് വരുന്നുണ്ട്. വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചില ഫുട്ബോൾ പ്ലേയേഴ്സ്, ഇപ്പൊ മെസ്സി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാരായിക്കോട്ടെ, വിരാട് കോഹ്ലി ആയിക്കോട്ടെ, സച്ചിൻ ആയിക്കോട്ടെ, ധോണി ആയിക്കോട്ടെ, അങ്ങനെയുള്ള ചില ആളുകളൊക്കെ വന്നേക്കാം. പക്ഷെ ഒരു 75% ബിസിനസ് ഓണേഴ്സ് ആണ്, എന്റർപ്രനേഴ്സ് ആണ്. പിന്നെ ഒരു 16% ഇൻവെസ്റ്റേഴ്സ് ആണ്. അപ്പോ ലോകത്ത് ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള ആളുകളിലൊന്നും ആ പട്ടികയിലൊന്നും തന്നെ ഈ ശമ്പളം വാങ്ങുന്നവരില്ല. ഇല്ല, മില്യണേഴ്സിന്റെ ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും തന്നെ ഉണ്ടാവില്ല. അതായത് ഈ മില്യൺസ് നമുക്ക് ജോലി ചെയ്ത് നേടാൻ പറ്റുമെങ്കിലും പക്ഷേ ഈ ഒരു ലിസ്റ്റിലൊക്കെ കൂടുതലും വരുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ കാറ്റഗറിയിൽപ്പെട്ട ബിസിനസ്സുകാരായിക്കോട്ടെ, സ്പോർട്സ്മാൻ, ആ ഒരു രീതിയിലുള്ള ആൾക്കാർ മാത്രമാണല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ടൈം വെച്ചിട്ട് അധികം പറ്റില്ല. കാരണം നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്താൽ പോലും അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മൾ കുറേ കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. അതിൽ മെയിനായിട്ട് ജോബിൻ്റെ കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പോഡ്കാസ്റ്റിൻ്റെ ടൈറ്റിൽ പോലും അതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്തതിന് എന്തായാലും നന്ദി. പിന്നെ അതേപോലെ വീണ്ടും ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റിൽ കൂടി നമുക്ക് ഒരുമിച്ചിരിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയായിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു. ഓക്കെ.